ഓക്കെ. അപ്പോ ഇന്നത്തെ പ്രമേയം ഞാൻ അവതരിപ്പിക്കാം. അപ്പോൾ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഇതിപ്പോ 3-ാമത്തെ വീക്കാണ്. അപ്പൊ ഈ 3 വീക്കിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് അവലോകനങ്ങൾ ഞാൻ നമ്മൾ പല സെഷൻസ് ആയി. അപ്പൊ ഇന്നത്തെ വിഷയം കുറച്ചും കൂടി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ, .NET ഇതിന്റെ മൂന്നിന്റെയും ഒരു ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണേ. അപ്പോൾ എന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലണ്ടിൽ ഞാനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു 7 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ ഡെവലപ്പറിന്റെ സൈക്കി ആയിട്ട് ഞാൻ പോകണം. അല്ല പിടി കിട്ടിയ സി ഐ ആം നോട്ട് ഗോയിങ് ടു ഡു കോഡിംഗ് ഇൻ .NET ജാവ വേൾഡ് മച്ച്. പക്ഷെ C++ൽ ഞാനിപ്പോ കോഡ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെ. കാരണം വെച്ചാൽ C++ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു മെറിറ്റോക്രസിയാണ്. അപ്പോ ഈ മറ്റേ C++ ഈ പിയർ നല്ല പിയേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂറീസ് ഔട്ട് പ്രോബ്ലം ഇല്ല. ജൂറീസ് ഔട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നിങ്ങളിപ്പോ .NET ജാവയിൽ കോഡ് ചെയ്യുമ്പോൾ .NET ജാവയിൽ ഇഡിയോമാറ്റിക് ആയിട്ട് കോഡ് ചെയ്യുന്നവരുണ്ടാവാം, ഈ ഫെൽസ് വൈൽ ലൂപ്പ് എഴുതുന്നവരുണ്ടാവും, ഇപ്പൊ സ്പ്രിങ് സെൻട്രിക് ആയിട്ട് കോഡ് ചെയ്യുന്നവരുണ്ടാവാം. ഇപ്പൊ .NET തന്നെ മൈക്രോസോഫ്റ്റ് പറയുന്നതാണ് വേദവാക്യം, എൻഹൈബർനേറ്റ് ഉപയോഗിക്കാൻ അങ്ങനെ പല ഫിലോസഫി ഉണ്ടല്ലോ. C++ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും മനസ്സിലായില്ലേ പൊതുവെ. അതായത് ഈ C++ ഞാൻ ജോബ് നോക്കുമ്പോ കൺസ്യൂമർ സൈഡ് പ്രോഗ്രാമിങ്ങിലോട്ട് നോക്കുന്നില്ല ശ്രീധർ. കാരണം C++ കൺസ്യൂമർ ഇതില് അത്ര സ്ട്രാറ്റജിക് വർക്കില്ല എന്ന സ്ഥാനത്ത് ഈ പ്രൊഡക്റ്റ് കമ്പനീസോ പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ് കമ്പനീസോ ഇനിയിപ്പോ ഡ്രൈവേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും പ്രൊവൈഡർ സ്പെസിഫിക് ജോബിനാണ് നോക്കുന്നത്. അപ്പൊ അവിടെ ഐ ആം എക്സ്പെക്ടിങ് ദാറ്റ് ദർ വിൽ ബി ഇനഫ് എന്താ പറയാ പീപ്പിൾ who will appreciate, okay, if somebody is doing coding or something. .NET ജാവ വേൾഡ് കുറച്ചുകൂടി ഹയറാർക്കിക്കലാണ്. ആർക്കിടെക്ചർ ഡിസൈൻ അങ്ങനെ ഒരു ഹയറാർക്കി ഉണ്ട്. അപ്പൊ അതില് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊരു .NET ജാവയില് ഈവൻ ദോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ടെക്നിക്കൽ ആർക്കിടെക്ട്, സൊല്യൂഷൻ ആർക്കിടെക്ട്, പ്രിൻസിപ്പൽ എഞ്ചിനീയർ ആ റോൾ ആണെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സീനിയർ ഡെവലപ്പറിന്റെ അല്ലെങ്കിൽ ഒരു ജൂനിയർ ഡെവലപ്പറിന്റെ ആയ പോലും ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലാണ്. കിട്ടിയോ ഇതല്ലേ? അപ്പൊ ആ പ്രോസസ്സിൽ ഞാൻ ജാവയുടെ ലെഗസി കോഡ് നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ജാവ 22 ആണ് ഇറങ്ങിയത്. പക്ഷെ എന്റെ 21 ഉള്ളൂ. അപ്പോ ഫസ്റ്റ് ചോദ്യം തന്നെ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജാവയിൽ ഇപ്പൊ ഒരു മൂവ്മെന്റ് നടപ്പുണ്ട്. ശ്രീധർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതായത് ഈ റെക്കോർഡ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. അത് സ്വിഫ്റ്റിലും എന്താണ്, സ്വിഫ്റ്റില് വാല്യൂ ടൈപ്പ് ആണെന്ന് തോന്നുന്നത്. റെക്കോർഡ് ടൈപ്പ് ഉണ്ടോ സ്വിഫ്റ്റില്? ഇല്ല. എന്റെ ഇക്വലന്റ് എന്താണ് എന്റെ വാല്യൂ ടൈപ്പ് വാല്യൂ ടൈപ്പ് വാല്യൂ ടൈപ്പ് ഉണ്ട്. വാല്യൂ ടൈപ്പ് എന്നുള്ള ടൈപ്പ് ഇല്ല സ്വിഫ്റ്റില്. പക്ഷെ നമ്മുടെ റെഫറൻസും സ്ട്രക്ട് ഉണ്ടല്ലോ. അപ്പൊ വാല്യൂ ടൈപ്പ് ആണ്. ഓക്കെ. അപ്പോ ഈ മറ്റേ വാല്യൂ ടൈപ്പ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സം ടൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ ഈ സം ടൈപ്പും പ്രൊഡക്റ്റ് ടൈപ്പും കൂടി ചേർന്നിട്ടും പാറ്റേൺ മാച്ചിങ് കൂടി ചേർന്നിട്ടാണ് ഈ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്സ് ചെയ്യുന്നത്. അപ്പോ ആൾജിബ്രായിക് ശരത്തെ എന്താണ് ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ്? സോറി, അല്ല FP അല്ല ചർച്ച. അതായത് ഞാനൊരു ജൂനിയർ സീനിയർ ജാവ ഡെവലപ്പർ എന്നുള്ള ഈവൻ ജൂനിയർ 5 കൊല്ലം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 7 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ ജാവ എഞ്ചിനീയറിന്റെ സൈക്കി ആയിട്ട് വേണം എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ. ഇവൺ ഇറ്റ് ഈസ് ആർക്കിടെക്ട്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഇന്റഗ്രൽ പാർട്ടാണ്. ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പൊ ഇന്ന് ഈ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തപ്പോ ജാവ 22 ആൻഡ് ബിയോണ്ട് എന്നുള്ളൊരു ടോക്ക് കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ കണ്ട സാധനം C# ആയിട്ട് കമ്പയർ ചെയ്ത് സ്വിഫ്റ്റും കൂടി ഉണ്ടല്ലോ. ഇങ്ങനെ ചർച്ച പോയി. പ്രൈമറിലി ജാവയുടെ സെന്റർ ലാംഗ്വേജിലോട്ട് നമ്മൾ പോകും. ജാവേനെ സെന്റർ ആക്കി വെച്ചു. നാളെ .NET സെന്റർ ആക്കിക്കൊണ്ട് ലാലായിരിക്കും ചിലപ്പോ അപ്പുറത്തൊന്ന് നേർന്നു. ഇന്ന് നിങ്ങളായിരിക്കും. ഓക്കെ. അപ്പോ ബ്രയൻ ഗെറ്റ്സിന്റെ ടോക്ക് കണ്ടപ്പോ ഈ സം ടൈപ്പ്, പ്രൊഡക്റ്റ് ടൈപ്പ്, സം ടൈപ്പ്, പാറ്റേൺ മാച്ചിങ് ഇത് മൂന്നും കൂടി സിനർജിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് ഉണ്ടാവുമെന്നാണ് ആ ടോക്ക് പറയുന്നത്. അപ്പോ
അപ്പൊ ഈ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ശ്രീത്ത് ചോദിച്ചു. ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ C++ൽ ഓപ്പറേറ്റർ ഓവർലോഡിങ് തമാശക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ടൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചു. സേ മെട്രിക്സ് ടൈപ്പ് ഉണ്ടാക്കി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിലും ഈ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററും അഡീഷൻ ഓപ്പറേറ്ററും ഓവർലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാലോ അല്ലെ? അതായത് ക്യാപിറ്റൽ A ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എയും ബിയും മെട്രിസസ് ആവാം, സ്കെയിലർ ആവാം, അത് വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് ആവാം. കിട്ടിയ? ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോ ഇപ്പൊ നിങ്ങളൊരു ഒരു ഒരു വെക്ടർ ക്ലാസ് എഴുതി. ആ വെക്ടർ ക്ലാസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യും ശ്രീധൻ? ശരത്ത് ലാലും ഇതില്ല, ഞാൻ ശ്രീധന്റെ അടുത്ത് തോന്നുന്നു ജസ്റ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്യും ഒരു വെക്ടർ ക്ലാസ് എഴുതി? ടെസ്റ്റ് ചെയ്യുന്ന വെച്ചാല് നമ്മള് മാത്തമാറ്റിക്സ് വെക്ടർ എഴുതി. അപ്പൊ നിങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? നമ്മള് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 വാല്യൂസ് കൊടുത്തിട്ട് ഔട്ട്പുട്ട് കാണും. അത് കറക്റ്റ് ആണ്. അതായത് ദാറ്റ് ഈസ് വൺ വേ. അപ്പൊ ഈ വെക്ടർ മാതിരിയുള്ള കുറെ ഓപ്പറേഷൻസ് ഉള്ള ഒരു എൻറ്റിറ്റിക്ക് 1000-ഓളം വാല്യൂ കൊടുക്കേണ്ടി വരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ. കോർണർ കേസസ് ഒക്കെ നോക്കും. കറക്റ്റ്. എന്നാലേ നമുക്ക് നമ്മുടെ ലോജിക് ഷുവർ ആണോ എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ലോജിക് ആബ്സ്ട്രാക്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് 200 ടെസ്റ്റ് കേസിന്റെ ബജറ്റേ ഉള്ളൂ എന്ന് വെച്ചു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഞാൻ എന്റെ സീക്വൻസ് ഉണ്ടാക്കാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 200 ടെസ്റ്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? 200 ടെസ്റ്റ് കേസേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ വെക്ടറിന്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഇത് സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കിയാൽ. ഓക്കെ, അതായത് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് A ഇൻറ്റു ബി എന്ന് കൊടുത്താലും B ഇൻറ്റു A എന്ന് പറഞ്ഞാലും സെയിം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഒരു വെക്ടറിന്റെ കൂടെ യൂണിറ്റ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് തന്നെ കിട്ടണം. ഓക്കെ, അപ്പൊ ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ ഇൻറ്റു വെക്ടർ എന്ന് കൊടുത്താലും അതേ വാല്യൂ കിട്ടണം. ലെഫ്റ്റ് ഐഡന്റിറ്റി റൈറ്റ് ഐഡന്റിറ്റി എന്ന് പറയും. അപ്പൊ ഒരു വെക്ടറിന്റെ കൂടെ വേറെ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A+B ചെയ്താലും B+A ചെയ്താലും സെയിം ആയിരിക്കണം. അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. വെക്ടർ അഡീഷൻ അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ആട്ടോ. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ഫങ്ഷൻസ് ഉള്ളത് മാത്രമേ പറ്റുള്ളൂ അല്ലെ? പക്ഷെ അതിനൊരു പേരുണ്ട്, പ്രോപ്പർട്ടി ബേസ്ഡ് ടെസ്റ്റിംഗ് എന്നാ പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ ഒബ്ജക്ട്സിനും ആട്രിബ്യൂട്ട് ഉണ്ട്. ആട്രിബ്യൂട്ടിന്റെ മുകളിലുള്ള സെറ്റ് ഓഫ് പ്രെഡിക്കേറ്റ്സിനാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒരു ഓപ്പറേഷണൽ ഡെഫിനേഷൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആട്രിബ്യൂട്ടും ഈ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അത് ഞാൻ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ വളരെ കുറച്ച് ടെസ്റ്റ് കേസ് വന്നു. അപ്പൊ ഇപ്പൊ ബിഗ് ഇന്റിജർ ക്ലാസ് ഉപയോഗിച്ചിട്ടുണ്ടോ സ്വിഫ്റ്റില്? ജാവയിലല്ലേ ബിഗ് ഇന്റിജർ? സ്വിഫ്റ്റിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ക്രിപ്റ്റോഗ്രാഫിക് കമ്പ്യൂട്ടേഷൻ നടത്തുന്നത് നിങ്ങൾ ബിഗ് ഇന്റിജർ. അപ്പൊ നിങ്ങളൊരു സ്വന്തം ബിഗ് ഇന്റിജർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതായത് ഒരു ഇന്റിജർ റിംഗ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം? അതിന് മാഗ്മയുടെ പ്രോപ്പർട്ടി വേണം, സെമി ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി വേണം, ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി വേണം, റിംഗിന്റെ പ്രോപ്പർട്ടി വേണം. ഇനിയിപ്പോ വെക്ടർ ക്ലാസ് ഫീൽഡ് ആയിരിക്കണം. അപ്പൊ അതിന്റെ ഫീൽഡിന്റെ പ്രോപ്പർട്ടി വേണം. അപ്പൊ നിങ്ങൾ അങ്ങനെ, അതായത് നിങ്ങളുടെ ഒബ്ജക്റ്റ്, നിങ്ങളുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആൾജിബ്ര ഏതാണെന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൺകറൻസിയും പാരലലിസവും വർക്ക് സ്റ്റീലിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിംഗിന്റെ ഒരു ഹോളി ഗ്രേൽ എന്ന് പറയാൻ പറ്റുമോ ചെറുത്? ഹലോ, അയ്യോ മ്യൂട്ട് ആയി പോയി. സാറേ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചേ. ഫങ്ഷണൽ പ്രോഗ്രാമിംഗിന്റെ ഹോളി ഗ്രേൽ ആണ് ഇപ്പോ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, എസെൻസ് ആണ്. ഇതില്ലെങ്കിൽ പലതും വർക്ക് ചെയ്യില്ല. അപ്പൊ അതിനെക്കുറിച്ച് വായിച്ചു നോക്കണമെങ്കിൽ ശ്രീത്തെ ആൾജിബേർഡ് എന്നുള്ളൊരു ലൈബ്രറി ഉണ്ട് ട്വിറ്ററിന്, ബിഗ് ഡാറ്റ പ്രോസസിംഗിന് വേണ്ടി. അവർക്ക് ഇങ്ങനെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ കോമിന് ഇന്റർഫേസ് ഈ മൈക്രോസോഫ്റ്റ് കോമിന് 3 മെത്തേഡ് ഉണ്ടായിരുന്നു. ആഡ്രഫ്, റിലീസ്. ആഡ്രഫ് റെഫറൻസ് കൗണ്ട് ബംപ് ചെയ്യാനും, റിലീസ് റെഫറൻസ് കൗണ്ട് കുറയ്ക്കാനും, പിന്നെ ഇന്റർഫേസ് നാവിഗേഷൻ എന്ന് പറയും, ക്വയറി ഇന്റർഫേസ്. മനസ്സിലായില്ലേ? അപ്പോ ഈ ക്വയറി ഇന്റർഫേസിന് 3 മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി വേണം. അതായത് ക്വയറി ഇന്റർഫേസ് സിമെട്രിക് ആയിരിക്കണം, റിഫ്ലക്സീവ് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ റിഫ്ലക്സീവ്
സിമെട്രിക് ട്രാൻസിറ്റീവ് ആയിരിക്കും. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞൊരു ഇന്റർഫേസിൽ നിന്ന് എയിലോട്ട് തന്നെ നാവിഗേറ്റ് ചെയ്യും. ചെയ്ത് ബി എന്ന് പറയുന്ന ഇന്റർഫേസിൽ നിന്ന് ബിയിലോട്ട് തന്നെ നാവിഗേറ്റ് അല്ല എ എന്ന് പറയുന്ന ഇന്റർഫേസിൽ നിന്ന് ബിയിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബിയിൽ നിന്ന് എയിലോട്ട്. അതാണ് സിമെട്രി. ഇനി എയിൽ നിന്ന് ബിയിലോട്ട് പോയി ബിയിൽ നിന്ന് സിയിലോട്ട് പോയി കഴിഞ്ഞാൽ എയിൽ നിന്ന് സിയിലോട്ടും സിയിൽ നിന്ന് എയിലോട്ടും. അത് ട്രാൻസിറ്റീവ് അല്ലേ? ഇത് മൂന്നും ഇത് ചെയ്താൽ അത് ഈക്വലൻസ് ക്ലാസ്. റിഫ്ലക്സീവ് എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ആണല്ലോ അല്ലെ? ഇൻവേഴ്സ്, അതായത് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓഫ് ഇൻവേഴ്സ് എ. കുറച്ചും കൂടി ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ അത് ഐസോമോർഫിക് ആയിരിക്കും. അങ്ങനെ അല്ലാത്തൊന്നും കോം ഒബ്ജക്റ്റ് അല്ല. അപ്പൊ ആലോചിക്കണം, ഡിസൈൻ പാറ്റേൺ എന്നുള്ള ലാടവൈദ്യത്തിന്റെ കാലഘട്ടത്തിൽ മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ഇന്നാള് വെറുതെ ഒരു സെഷന് വേണ്ടി ഫോമിന്റെ ഫുൾ ഫോം കോമ്പണന്റ് ഒബ്ജക്ട് മോഡൽ. ഓക്കെ. അപ്പൊ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് പിടിയിട്ടില്ലോ. അപ്പൊ അപ്പൊ ജാവയില് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ ഇന്റർവ്യൂ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു, ആൾജിബ്രായിക് ഡാറ്റാബേസ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് അല്ലെ? പറ്റും. അതാണ് അതിന്റെ എൻറ്റയർ ഉദ്ദേശം. അതായത് യൂസർ ഡിഫൈൻ ടൈപ്സിന് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് കൊടുക്കുകയും അത് ലിവറേജ് ചെയ്യാൻ പറ്റുന്ന കോമൺ കോഡ് ഉണ്ടാവുകയും, അതായത് ഷെഡ്യൂളേഴ്സിലേക്ക് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പാരലീസ് ഒക്കെ ലിവറേജ് ചെയ്യാൻ പറ്റും. അതായത് ലൈബ്രറി ഡിസൈനിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതേമാതിരി തന്നെ നിങ്ങൾ ഇങ്ങനെ ഹൈജീനിക് ആയിട്ട് ടൈപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺകറൻസി പാരലലിസം ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ അത് അതിപ്പോ അപ്ലിക്കേഷൻ കോഡ് എഴുതുമ്പോൾ വരുന്നില്ല. ഇപ്പൊ അതായിട്ട് ഫെമിലിയാരിറ്റി വന്നിട്ടില്ല, നിങ്ങൾ ലൈബ്രറി ഡിസൈൻ ചെയ്തിട്ടില്ല എന്ന് വരുന്നുള്ളൂ. യു വെന്റ് ബിയോണ്ട് ദ കൺസ്യൂമർ സൈഡ് മോസ്റ്റ്ലി. സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ ഇങ്ങനെ മോഡൽ ചെയ്യാന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചറിൽ എക്സ്റ്റേണൽ ഡിഎസിൽ വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയുണ്ട്? അതെ, ഡൊമൈൻ ആൾജിബ്ര എന്നാണ് സാർ അവര് ഇതിനെ പറയുന്നത്. അതായത് മറ്റേ ഇപ്പൊ നമ്മള് ഈ അതായത് ഇവൻ ലൈബ്രറി അഗ്നോസ്റ്റിക് ആയിട്ട് കോഡ് ചെയ്തുന്നത് എന്നെ അവർ അങ്ങനെയാണ് വിളിക്കുന്നത്. അത് DSL ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. അല്ല ശ്രീധേ, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഇതിനെ കുറിച്ച് ഇമ്മീഡിയറ്റ് യൂസ് ഉണ്ടോ എന്നുള്ളതല്ലേ. ഇതിനൊരു ഫ്രെയിമിൽ നമ്മൾ ലോകം കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഐഡിയ, ഞാനിപ്പോ ഈ ലാസ്റ്റ് 28 മാസം എഞ്ചിനീയറിംഗ് ഹാൻഡിൽ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാല് ഈ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഐഡിയ മാത്തമാറ്റിക്സിലോട്ട് മാത്രമല്ല, മാത്തമാറ്റിക്സിൽ നിന്ന് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് വന്നു, ഫങ്ഷണൽ പ്രോഗ്രാമിംഗിൽ നിന്ന് മറ്റേ ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈനിൽ നിന്നും ആർക്കിടെക്ചറിലോട്ടും സ്കെയിൽ ആവുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ഈ ഒരു അഡ്വാൻറ്റേജ് ഇൻ ദ ലാസ്റ്റ് ഒരു ഡെക്കഡ് ആൻഡ് ഹാഫ് ആയിട്ട്, അതായത് ഇപ്പൊ എന്താ പറയാ, മൈക്രോസോഫ്റ്റിന്റെ ലിങ്ക് വന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതായത് അറ്റ്ലീസ്റ്റ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് മാസസിൽ എത്തിക്കാൻ. അപ്പൊ ലിങ്കിന്റെ പ്രിവ്യൂ 2006 വരുന്നുണ്ട്. അപ്പൊ അന്ന് മുതൽ ഫോർ ദ ലാസ്റ്റ് 18 ഇയേഴ്സ് എന്റെ പ്രോഗ്രാമിങ്ങിനെ ഫങ്ഷണൽ കൺസ്ട്രക്ട്സ് വളരെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഈ പ്ലാറ്റ്ഫോം എഞ്ചിനീയർ ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പോ ഇപ്പൊ മോഡൽ എന്ന് വെച്ചാല് പ്ലാനിങ് ആൻഡ് കൺസീവിങ് ദ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ, ആർക്കിടെക്ചർ, ഡിസൈൻ, പ്രോഗ്രാമിംഗ് മോഡൽ, ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി, അങ്ങനെയാണ് ഇപ്പൊ വേൾഡ് കാണുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫങ്ഷണൽ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് തന്നെ ബെറ്റർ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോ നാളെ ചിലപ്പോൾ നമ്മൾ പോകുന്ന കമ്പനിയിൽ ഇമ്പരറ്റീവ് കോഡ് എഴുതേണ്ടി വരും. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ക്രോസ് കട്ടിങ് കൺസേണും മിക്ക സൈഡ് എഫക്ട്സ് ഒക്കെ വരുന്ന പ്രോഗ്രാമിങ്ങിന് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമ്മുടെ ചർച്ച അതല്ല, ഞാൻ തിരിച്ചു വരാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഞാനിപ്പോ ജാവ മറ്റേ സീൽഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പെർമിറ്റ്സ്. ഞാൻ ഈ ശരത്ത് ഇങ്ങനെ ഇടയ്ക്ക് ബ്രാൻഡ്ഗറ്റ്സിന്റെ ടോക്കൊക്കെ എനിക്ക് അയച്ചു തരും. ഇതൊക്കെ ഈ ഫുൾ അങ്ങോട്ട് നോക്കാൻ തോന്നുന്നു. പക്ഷെ ഞാനിപ്പോ ഇന്റർവ്യൂവിന് നോക്കി കഴിഞ്ഞപ്പോൾ അത് ഞാൻ നോക്കി. അപ്പോഴാണ് എനിക്ക് ജാവ മോഡേൺ ആയെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് മോഡേൺ ജാവ എന്ന് അവര് പറഞ്ഞോണ്ട് കാര്യമില്ല, നമുക്കും തോന്നണമല്ലോ. അപ്പൊ ഞാൻ അരുണിനോടോ ലാലിനോടാന്ന് പറഞ്ഞൂടാ, ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ C# സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ലാലിനോടാണോ ചോദിച്ചത്? അപ്പോ ലാല്
വൺ ഓഫ് എന്നുള്ള ഒരു ലൈബ്രറിയാണ്. വൺ ഓഫ് ഓഫ്. മെറ്റൽ. അപ്പൊ ഒരു സെക്കൻഡ്. അതായത് ആട്രിബ്യൂട്ട് ബേസ്ഡ് ടൈപ്പ് അവന്മാരെ അസൈൻമെന്റ് നടത്തും. വൺ ഓഫ് അല്ല, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒപ്പേക്കല്ല. ഇപ്പൊ നമുക്ക് വേണമെങ്കിലേ സെമാൻറ്റിക്കലി നമുക്ക് ക്ലാസ് വെച്ചിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ ഉണ്ടാക്കാം സെമാൻറ്റിക്കലി. അതായത് നിങ്ങൾക്ക് 10 എലമെന്റ് ഉണ്ടെങ്കിൽ 10 എണ്ണം വെച്ചോ. നിങ്ങൾക്ക് സാർ ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാം. യൂണിയൻ ടൈപ്സ് ഉണ്ട്, ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ ടൈപ്സ് ഉണ്ട്. അപ്പൊ ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു സ്പെസിഫിക് ആട്രിബ്യൂട്ട് സെലക്ടർ പോലെ ആക്ട് ചെയ്യും ടൈപ്പ് എടുക്കാനായിട്ട്. കുഴപ്പമില്ല. അല്ല, വേരിയന്റ് എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചർ വിഷ്വൽ ബേസിക്കിന്റെ കാലത്ത് തന്നെ ഉണ്ട്. ചെറുത്ത് ലാൽ ഉപയോഗിച്ചിട്ടില്ല വേരിയന്റ്. അപ്പൊ വേരിയന്റിൽ എങ്ങനെയാന്ന് വെച്ചാല് ഒരു ടാഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 3 റിസർവ്ഡ് ഫീൽഡാണ് ഷോർട്ട് ഇന്റിജറിന്റെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു യൂണിയനാ. ആ യൂണിയൻ ടൈപ്പ് സേഫ് അല്ലാത്ത C++. അപ്പൊ ടൈപ്പ് സേഫ് അല്ലാത്ത C++ന്റെ യൂണിയനാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ മെമ്മറി ഷെയർ ചെയ്യും, പക്ഷെ അത് ടൈപ്പ് സേഫ് അല്ല. അപ്പോ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടാഗ് മാനേജ്മെന്റ് ഇപ്പൊ ടാഗ് മാനേജ്മെന്റ് ലാംഗ്വേജ് ഏറ്റെടുക്കും. ഏത്? നമ്മുടെ ജാവയിലും അതെ, C++ലും അതെ. നിങ്ങൾക്ക് വേരിയന്റിലോട്ട് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് നന്നായിക്കോളും. എന്ന സ്ഥാനത്ത് വൺ ഓഫ് ലൈബ്രറി ഞാൻ ജനറിക്സ് ഞാൻ വൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം എന്നായിരിക്കുമല്ലോ. അപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്റെ വൈഫായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈറ്റ് ബഫർ വെച്ചിട്ട് ചെയ്യാം. ലാലേ, അതായത് നിങ്ങൾ ബൈറ്റ് ബഫറിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന സാധനത്തിനെ ബൈറ്റ് ആയിട്ട് സീരിയലൈസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്താൽ പോരെ, എന്നിട്ട് ടാഗ് ചെയ്താൽ പോരെ ഏതാ കിടക്കണ, എത്രാമത്തെ ഫീൽഡിൽ ഏത് ടൈപ്പാന്നുള്ളത്. മറ്റേ യൂണിയൻ സീൽ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ബൈറ്റ് ബഫർ ആയിരിക്കില്ല. അതങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാ അങ്ങനത്തെ ഉള്ള ഇപ്പൊ ജാവയിലെ ഫീച്ചർ .NET, അപ്പൊ .NET വരുന്നുണ്ട് കേട്ടോ. C#14 വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. ബൈറ്റ് ബഫറിന്റെ കേസിൽ എന്റെ ഡൗട്ട് എന്താ അറിയോ, അതായത് നമുക്ക് റൺ ടൈമില് ഈ സാധനം വലിയ ബുദ്ധിമുട്ടില്ല. കാരണം കമ്പൈൽ ടൈമിൽ ഡിഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതായത് ടൈപ്പിന്റെ അതായത് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഡൈനാമിക്കലി വേരി ചെയ്യണ അനുസരിച്ചിട്ട് മാറില്ലല്ലോ. ഇത് കമ്പൈൽ ടൈമിൽ റിസോൾവ് ചെയ്യുന്നതല്ല ഈ ടൈപ്പ്. അതല്ല, ലിംഗ്വിസ്റ്റിക് സപ്പോർട്ട് ജാവയിലുണ്ട് ഡിസ്ക്രിമിനേറ്റഡ് ടൈപ്പിംഗ്. C# ഇപ്പോഴും ഇല്ല. അപ്പൊ C# വൺ ഓഫ് ലൈബ്രറി എഴുതണമെങ്കിൽ അവൻ ആ ലൈബ്രറി എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ടൈപ്പോ ക്ലാസ് വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ സിമുലേറ്റ് ചെയ്യാം, പക്ഷെ അത് സ്പേസ് ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. ഇപ്പൊ വൺ ഓഫിൽ T1 to T10 കൊടുത്തു കഴിഞ്ഞാല് വെറുതെ ആ ടെംപ്ലേറ്റിന്റെ ടൈപ്പ് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ടൈപ്പ് ഓഫ് വെച്ചിട്ട് പറ്റില്ലല്ലോ അല്ലെ? ജനറിക്സിന്റെ ടിയുടെ ടൈപ്പ് എടുക്കാൻ പറ്റില്ലേ? എന്ത് വെച്ചിട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തേക്കണേന്ന്? അപ്പൊ പിന്നെ കൂളായിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഗെറ്ററും സെറ്ററും ഇത് വെച്ച് ഇത് ഫസാദ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉള്ളിൽ മാനേജ് ചെയ്യാം. ചേർത്തെ ഇതുകൊണ്ടൊരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഒന്നുമില്ല. കാരണം നമ്മളൊരു മെറ്റാലിംഗ്വിസ്റ്റിക് ഫ്ലർട്ടിങ് നടക്കുന്നുണ്ടോ അവിടെ ഇതൊക്കെ ചെയ്യുമ്പോ? അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ശ്രീത്തെ പിടികിട്ടിയ, അതായത് ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ വായിച്ചു നോക്കുക, സം ടൈപ്പ് എന്താന്ന് വായിച്ചു നോക്കുക, അതെങ്ങനെ സ്വിഫ്റ്റിൽ സിമുലേറ്റ് ചെയ്യാം. ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ സ്വിഫ്റ്റ് ചിലപ്പോൾ ഉണ്ടാവാട്ടോ, കാരണം സ്വിഫ്റ്റ് കുറച്ചുകൂടി കോട്ട്ലിനൊക്കെ ആയിട്ട് നന്നായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കോൺസെപ്റ്റ് സ്വിഫ്റ്റിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ എനിക്കത് ആധികാരികമായിട്ട് ഇപ്പൊ പറയാനുള്ള ഇതില്ല. പക്ഷെ ഞാൻ നോക്കിയിട്ട് പറയാം. സ്വിഫ്റ്റിൽ മെറ്റാ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ.
അത് എന്റെ മാക്രോ എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ സ്വിഫ്റ്റ് സിൻടാക്സ്, ആ രണ്ട് ലൈബ്രറി ഉപയോഗിക്കുന്നത്. ലാംഗ്വേജ് ലെവലിലാണ്. അല്ലല്ല, ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ സിൻടാക്സ് ട്രീ ഉണ്ടല്ലോ, ആബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീ, അതിന് ഇക്വലന്റ് ആയിട്ട് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സ്വിഫ്റ്റിൽ തന്നെ എഴുതി. അപ്പോ അത് വൺ ഓഫ് കേസാണ്. ഇപ്പൊ ഇവര് സ്വിഫ്റ്റിന്റെ ലാംഗ്വേജ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സ്വിഫ്റ്റിൽ തന്നെയാണ്. അപ്പോ അങ്ങനെ ഞാൻ അതിന്റെ ഒരു വീഡിയോ കോഴ്സ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അല്ല, പക്ഷെ ശരത്തെ ഞാൻ കാണുന്ന വെച്ചാല് പൊതുവെ ഒരു ട്രെൻഡ് ഉണ്ട് ഇന്റേണൽ DSLോട്ടൊന്നും എനിക്ക് തോന്നുന്നത് ഇത്. അതായത് അല്ല, അത് ലാംഗ്വേജ് എക്സ്പ്രസീവ് ആക്കാൻ നോക്കുന്നതിന്റെ കോൺസിക്വൻസ് ആണ്. ആക്ച്വലി രണ്ട് കാര്യമുണ്ട്. ലാംഗ്വേജ് എക്സ്പ്രസീവ് ആക്കുന്നത് കൊണ്ട് സ്വിഫ്റ്റ് ഹെവി ആവുന്ന ഒരു കേസ് വന്നു. അപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് സ്വിഫ്റ്റിനെ ഇത്രയും ഹെവി ആക്കണ്ട, പക്ഷെ അത് എക്സ്റ്റേണലൈസ് ചെയ്യാം. അതായത് വേണ്ടവർക്ക് അത് ചെയ്യാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഒരു കമ്പൈലർ പ്ലഗിന് വേണ്ടിയുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സ്വിഫ്റ്റിൽ ഇതൊക്കെ വന്നേക്കുന്നത്. ഈ കമ്പൈലർ പ്ലഗിൻ സ്കാലയിൽ എക്സ്റ്റൻസീവ്ലി ഉപയോഗിച്ചിരുന്നല്ലോ ഒരു സമയത്ത് ശരത്തെ. അതെ അതെ, പക്ഷെ സ്കാലയുടെ മെയിൻ കമ്പൈലറിന്റെ ബഗ് കാരണമാണ്. അപ്പൊ ജാവയിലുണ്ട്. ഇപ്പൊ ജാവയില് ഫോറിൻ പ്രോഗ്രാമിംഗ് മോഡൽസ് ഇങ്ങനെ എന്തോ ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നവര്. ആണോ? ഫുള്ളി ഔട്ട് ആയിട്ടില്ല. ഈ കമ്പൈലർ പ്ലഗിൻ ജനറൽ പർപ്പസിലാണോ? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മെറ്റാ പ്രോഗ്രാമിംഗ് സിസ്റ്റം കുത്തിക്കയറ്റാൻ പറ്റുമോ ജാവയിലേക്ക്? ജാവയിൽ ഇപ്പൊ അനോട്ടേഷൻ പ്രോസസിംഗേ ഉള്ളൂ സാറേ. അപ്പൊ ആ ലെവലിൽ ചെയ്യാൻ പറ്റും. വൺ ടൈമിൽ തന്നെ നടക്കുള്ളൂ? ഇല്ല, കമ്പൈലേഷൻ ടൈമില് നടക്കും. അതൊന്നും ചോദിക്കട്ടെ, അനോട്ടേഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? കമ്പൈൽ ടൈമിലാണ് പ്രോസസ് ചെയ്യേണ്ടത്? പറ്റും. അതായത് നമുക്ക് റൺ ടൈമിൽ അവൈലബിൾ ആവണോ ഇല്ലെന്നൊക്കെ നമുക്ക് അനോട്ടേഷൻ ഡിഫൈൻ ചെയ്യുമ്പോ. അതാണ് റിട്ടൻഷൻ പോളിസിയോ? അതെ അതെ, എന്റെ ബ്ലോഗിൽ കിടപ്പുണ്ട്. അതാണോ പറയണേ? ഞാൻ ഇപ്പൊ കണ്ടു. അപ്പൊ they will make sure that okay they execute our thing at the compile time അല്ലേ, അതിന്റെ അനോട്ടേഷൻ പ്രോസസ്. അതെ അതെ അതെ, മറ്റേ ലംബോക്കൊക്കെ വർക്ക് ചെയ്യുന്നത്. ലാലൊരു ചോദ്യം ചോദിച്ചു, അതിന്റെ ഉത്തരം എന്താണ്? അതായത് ഈ ജാവയിൽ എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടി ഇല്ലാത്തത്? ഈ സെറ്ററും ഗെറ്ററും വെച്ചിട്ടുള്ള മാജിക് കുറെ ആയല്ലോ. അപ്പൊ ലംബോക്ക് ഞാനൊരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞു. എന്താണ് അവരുടെ ടേക്ക് എന്താ? വൈ ദേ ആർ നോട്ട് ഇംപ്ലിമെന്റിങ് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് എനിക്ക് തോന്നുന്നത് അത് ഒരുപാട് ടൂളിങ്, ഗെറ്റർ സെറ്റർ സെമാൻറ്റിക്സ് അല്ല, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തല്ലോ. അപ്പൊ അത് എല്ലാം പൊളിക്കേണ്ടി വരും. അറിയില്ല, ആധികാരികമായ ആൻസർ പറയാൻ പറ്റില്ല. ഇതാണ് എന്റെ ഇൻട്യൂഷൻ. അല്ല, അപ്പൊ ബേസിക്കലി പറഞ്ഞു വരുന്നത് വെച്ചാല് ഹൈബർനേറ്റ്, ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനും അങ്ങനത്തെ ഇപ്പൊ പ്രോപ്പർട്ടി ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ആൾറെഡി ആണെങ്കിലും അപ്പൊ രണ്ട് പ്രോഗ്രാമിംഗ് മോഡലൊക്കെ വേണ്ടി വരും, ഓൾഡ് സ്റ്റൈലും അല്ലേ? പിന്നെ ജാവ കമ്മ്യൂണിറ്റി മാക്സിമം കയറ്റാണ്ടിരിക്കാനാണ് നോക്കുന്നത്. ഇപ്പോഴാണ് എക്സെപ്ഷൻ കാണുന്നത്. ഈ ചുമ്മാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയറ്റുന്നത് ഇപ്പോഴാണ്. ആവശ്യമില്ലാന്നുള്ളത് ഇത് ആവശ്യമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം ജനറേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷെ അല്ലെങ്കിൽ ഈ അഡീഷണൽ എഫേർട്ട് വരല്ലേ, ടൈം കൺസ്യൂമിങ് അല്ലേ? രണ്ട് കീ സ്ട്രോക്കിന്റെ ടൈം എനിക്കറിയില്ല. അല്ല, രണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു 20 ഫീൽഡ് ഉള്ളൊരു മോഡൽ ഉണ്ടാക്കുവാണെങ്കിൽ അതിനെല്ലാത്തിനും ഗെറ്റർ സെറ്റർ എഴുതണ്ടേ? അതാണ് രണ്ട് കീ സ്ട്രോക്കിൽ ജനറേറ്റ് ചെയ്തെടുക്കാന്ന്. ഓക്കെ, ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, റീഡബിലിറ്റി പ്രോബ്ലം ഉണ്ട് അവിടെ. അതായത് നമ്മുടെ ഇപ്പൊ ഡാറ്റയാണ് മോഡൽ ചെയ്യണമെങ്കിൽ അതിന്റെ എസെൻസ് ഒറ്റയടിക്ക് കിട്ടില്ല. എക്സ്പ്രസിവിറ്റി എന്നുള്ള ആംഗിൾ ആണെങ്കിൽ സമ്മതിക്കാം. അതാണ് ഞാൻ പറഞ്ഞാലേ, പല സിന്റാറ്റിക് ഷുഗറിനേക്കാളും ഇപ്പൊ ജാവയിലെ പാറ്റേൺ മാച്ചിങ്ങും അതിന്റെ കൊഹിറന്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് യൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറി ഒക്കെ കുറച്ചും കൂടി കുറെ ഫംഗ്ഷൻ പ്രോഗ്രാം പറയാതിരിക്കാൻ വേറെ പറയും. അതിപ്പോ എനിക്കറിയില്ല ലിങ്കിന്റെ യൂസേജ് C# കമ്മ്യൂണിറ്റിയിൽ പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ഒരു ലിങ്കിന്റെ കിട്ടേണ്ട റെസ്പെക്റ്റോടെ കാണുന്ന ഒരുത്തനെ കണ്ടിട്ടുള്ള C#. അതെന്താ കാര്യം?
C# കോഴ്സ് ഗ്രൈൻഡ് API കൊടുത്ത ആൾക്കാരെ വഷളാക്കി. ഏതാ കോഴ്സ് ഗ്രൈൻഡ് APIs കൊടുത്ത ആൾക്കാരെ ചീത്തയാക്കിയതാണ്. അല്ല ഇപ്പൊ സ്ട്രീം പ്രോഗ്രാമിംഗ് ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടി ഇപ്പൊ ജാവ എല്ലാവരും ലിറ്ററേറ്റ് അല്ല, അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഞാൻ വേറെ അറിഞ്ഞിട്ടെ, കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കമ്പനിയിൽ ഇരിക്കണം. അപ്പൊ ഒരാൾ പറഞ്ഞു JDO എന്ന് പറഞ്ഞ സാധനം വന്നു. JDO ഇത് 2002 കാര്യം പറഞ്ഞു, 2003. അവള് പറഞ്ഞു അത് ഈ പയ്യന്മാര് റിലേഷണൽ ഡാറ്റാബേസ് അറിയാത്തവർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന സാധനം നോക്കാം ചേർത്തെ. പിന്നെ ഒരു 2008 ആയപ്പോഴേക്കും SQL മറന്നു ജാവ ഡെവലപ്പർ, ഹൈബർനേറ്റും ഇപ്പൊ നോക്കിയാലും റെപ്പോസിറ്ററിയൊക്കെ ഉള്ളപ്പോ. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിപ്പോ SQL ഉപയോഗിക്കണ്ടെന്നുള്ള രീതിയിലായല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ ടേക്ക്? അല്ല, ഞാൻ മറ്റേ ക്യാമ്പാണ്, ഞാൻ SQL ക്യാമ്പാണ്. അതായത് SQL അത്ര എക്സ്പ്രസിവിറ്റി ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെയും ഒരു കോംപ്രമൈസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് JWQ എന്നുള്ള ലൈബ്രറി യൂസ് ചെയ്യാം. അത് സെയിം സിൻടാക്സ് സെമാൻറ്റിക്സ് ജാവയില് IntelliDSL ആയിട്ട്. അപ്പൊ ഞാനിപ്പോ SQL സെർവർ മറന്നു തുടങ്ങിയ .NET ഡെവലപ്പേഴ്സ് ചെറുതായിട്ട്. എൻറ്റിറ്റി പ്രൈമർക്ക് അതെ, അതിന്റെ ഇമ്പാക്ട് ഉണ്ട് ഭയങ്കരമായിട്ട്. അല്ല പണ്ടെന്ന് പറഞ്ഞാലേ ASP.NET വെബ് ഫോംസ് അല്ലെങ്കിൽ റൈസർ അല്ലെങ്കിൽ SQL സെർവർ, ഇതാണ് ASP.NET. 13 കൊല്ലം കഴിഞ്ഞാലും 3 കൊല്ലം കഴിഞ്ഞാലും ഒരേ എക്സ്പീരിയൻസ്. സാർ ഈ കൺട്രോള്, അതായത് ഈ മറ്റേ ക്രഡ് നേച്ചറിലുള്ള അല്ലെങ്കിൽ എന്താണ്, അതായത് ജസ്റ്റ് ഇൻഫർമേഷൻ പെർസിസ്റ്റൻസ് മാത്രം ഫോക്കസ് ചെയ്ത്, പെർസിസ്റ്റൻസ് റീഡ് മാത്രം ഫോക്കസ് ചെയ്ത് ഉള്ള ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഇതിന് ശരിക്കും അപ്പൊ ട്രിവിയലാണ്. അപ്പൊ മറ്റേതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മള് ഇപ്പോ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് ഇതിലൊക്കെ വരുമ്പോ കൺട്രോൾ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ അവിടെയാണ്. അപ്പൊ ഈ മറ്റേ അല്ലാതെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നല്ലോ, ലൈറ്റ് വെയിറ്റ്, ഇവരെ എഴുതിയത്, സ്റ്റാക്ക് ഓവർഫ്ലോ. ഡ്രാപ്പറാണോ? ഡാപ്പർ അല്ലേ? അല്ല, എന്തായിരുന്നു? ഡാപ്പർ ആണോ? ഡ്രാപ്പർ, DRAPPER ആണ്. ഡ്രാപ്പർ. ഡാപ്പർ മറ്റേതാണ് കുബർനെറ്റീസ്. ഡാപ്പർ കുബർനെറ്റീസ്, DAPR കുബർനെറ്റീസ് റൺ ടൈം ആണ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അല്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർക്ക് എഴുതേണ്ടി വന്നത് ആ സിറ്റുവേഷനിലാണ്. എന്താണ് ഞാൻ മറ്റേ ഇതിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, എൻറ്റിറ്റി ഫ്രെയിംവർക്കിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. അതിന്റെ ഡ്രാപ്പറാണ് DRAPPER. അത് മൈക്രോ ഓർമ്മ അല്ല, DAPPER അല്ല, DR രണ്ടുണ്ടല്ലോ. DAPR കുബർനെറ്റീസ് റൺ ടൈം ആണ്, അത് ഡിഫറെന്റാ. ഓക്കെ ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ ഹൈബർനെറ്റിലെ എൻറ്റിറ്റി മാനേജർ ബാക്ക്വേർഡ് ഇപ്പൊ ഒരു 2008 മുതലുള്ള എല്ലാം ഉണ്ടാവുമല്ലോ അല്ലെ? അതിന് ഹൈബർനെറ്റിൽ ഉണ്ടാവുമല്ലോ, അത് വിത്തൗട്ട് യൂസിങ് സ്പ്രിംഗ് API. ഉണ്ടാവും, എന്തായാലും ഉണ്ടാവണം. കാരണം സ്പ്രിംഗ് അങ്ങോട്ടിൽ അല്ലല്ലോ പറയണേ. അപ്പൊ ഈ സെഷൻ ഫാക്ടറി മറ്റേ കമ്പാറ്റബിലിറ്റി വേണ്ടി വെച്ചേക്കണം. സെഷൻ ഫാക്ടറി ഏതില്? അല്ല, അത് ഹൈബർനേറ്റിന്റെ ഇതല്ലേ, ഇംപ്ലിമെന്റേഷൻ അല്ലേ? കേട്ടില്ല, എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്ന്? അതിപ്പോഴും സപ്പോർട്ട് ചെയ്യണ്ടോന്ന്? അല്ല, നമുക്ക് അങ്ങനെ കോഡ് ചെയ്യാൻ പറ്റും ഇപ്പോഴും എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ആരും JPA ഉള്ളപ്പോ എല്ലാവരും അത് വെച്ചിട്ടാണ് വയർ ചെയ്തെടുക്കണത്. കോൺഫിഗറേഷൻ സിമ്പിൾ ആയല്ലോ ഇപ്പോ, അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ വേറെ അറിഞ്ഞോട്ടെ, സ്പ്രിംഗ് API പണ്ട് ഐബാറ്റിസ്, ടോപ്പ് സ്പീഡ് അത് ഉപയോഗിക്കാൻ തോന്നുന്നു. ഇപ്പോഴും ഉണ്ടോ ഫീച്ചർ? നോക്കണം. ഇപ്പോ ഡിഫോൾട്ട് പ്രൊവൈഡർ ഏതാണ്? ഹൈബർനേറ്റ് ആണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതിനെ ഡൗട്ടില്ല, സപ്പോർട്ട് ഉണ്ടാവുമായിരിക്കും കേട്ടോ, ഒന്ന് നോക്കണം അത്. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഡ്രൈവർ ഉണ്ട്, ഓട്ടോഫാക്ട് പക്ഷേ ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ ആണോ അല്ലേ? അല്ലാതെ
എന്താ .NET-ലെ ഓട്ടോഫാക്ട് ഡിപെൻഡൻസി ഇൻജെക്ഷൻ അല്ലേ? ഓട്ടോഫാക്ക് ഡിപെൻഡൻസി ഇൻജെക്ഷൻ ആണോ? ഓട്ടോഫാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതെ ഡിപെൻഡൻസി ഇൻജെക്ഷൻ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ശരത്തെ, ഹൈബർനേറ്റിന് പകരം ഏതെങ്കിലും ഈ ഉപയോഗിക്കുന്ന ഓർമ്മയുണ്ടോ? ഇപ്പൊ JPA വന്നപ്പോ ഇല്ല, ഹൈബർനേറ്റിന് പകരം ഹൈബർനേറ്റ് ആണ് ഡോമിനന്റ് എക്കോസിസ്റ്റത്തിലുള്ളത്. പിന്നെ JWQ പ്രോമിസിംഗ് ആണ് സാറേ. ഞാൻ കണ്ടത് എന്റെ ഇത് കണ്ടത്. അതായത് ഇപ്പൊ നെക്സ്റ്റ് ഗ്രീൻഫീൽഡ് പ്രൊജക്ട് ഉണ്ടെങ്കിൽ ഞാൻ പ്രോബ്ലി അത് ഇത് ചെയ്യും. അതെന്റെ വാട്സാപ്പിൽ ഒന്ന് ഇടാവോ? ഇടാം. അതിന് സ്പ്രിംഗ് JPA സപ്പോർട്ട് ഉണ്ടോ അതിന്? ഇല്ല, അത് സ്പ്രിംഗ് JPA വെച്ച് നമ്മൾ ചെയ്യരുത്. അത് നമുക്ക് SQLന്റെ സിന്റാക്സ് സെമാന്റിക്സ് ഇപ്പുറത്ത് കിട്ടും, ഇന്റർണൽ DSL ആയിട്ട് കിട്ടും. ഓ, അതായത് അപ്പൊ അവരെങ്ങനെയാ അത് ചെയ്യണേ? മറ്റേ ജാവയുടെ ടൈപ്പ് സിസ്റ്റം ഒക്കെ ഹോണർ ചെയ്യോ? ഹോണർ ചെയ്യാം. നമുക്ക് ജനറേറ്റ് ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. ടൈപ്ഡ് ആയിട്ടും ചെയ്യാം, അൺടൈപ്ഡ് ആയിട്ടും ചെയ്യാം. ടൈപ്ഡ് ആണെങ്കിൽ നമ്മൾ ആ മോഡൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ അതനുസരിച്ചിട്ട് ജനറേറ്റ് ചെയ്യും കോഡ്. പക്ഷെ മറ്റേ ലിങ്കിനെ മാതിരി ഡൈനാമിക് ടൈപ്പിംഗ് ഇല്ല, മറ്റേ ഡൈനാമിക് ടൈപ്പ് സിന്തസിസ് ഇല്ല. നിങ്ങൾക്ക് പ്രീഡിഫൈൻ ടൈപ്സിൽ അതിനെ ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ പിന്നെ ഈ ഒരു ലക്ഷണമൊത്ത ജാവ ഡെവലപ്പർ വിത്ത് 7 years എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ലക്ഷണമൊത്ത ജാവ ഡെവലപ്പർ അതായത് മോഡേൺ ജാവയിൽ വെൽ വേഴ്സ്ഡ് ആയിരിക്കണം. അത് പക്ഷെ ഇന്റർവ്യൂ എടുക്കുന്ന ആളെ പോലെ ഇരിക്കില്ല. അല്ല, നമ്മള് സ്ട്രക്ചറിലാണ് ഡിഫൈൻ ചെയ്യണേ, ബിഹേവിയറിലി അല്ല. നമ്മള് മോഡൽ ചെയ്തിട്ട് ഇന്റർവ്യൂ ആദ്യം തന്നെ പറഞ്ഞുതരാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു വേഴ്സ്റ്റ് കേസിൽ ഒരു മലയാളിയാണെങ്കിൽ ഒരു ആദർശ് അണ്ടിപ്പുള്ളിക്കാവായിരിക്കും എന്നെ ഇന്റർവ്യൂ ആണ്. മറ്റിടത്താണെങ്കിൽ ധനശേഖരൻ അണ്ടിപ്പട്ടിയായിരിക്കും. നരസിംഹ അണ്ടിപ്പട്ടലും ആയിരിക്കും ചിലപ്പോ തെലുങ്കനാണെങ്കിൽ. മറ്റേ യോഗേഷ് അണ്ടിപ്പട്ടലായിരിക്കും കന്നഡയായിരിക്കും. കാരണം ഇവന്മാരെ ഇവിടെ ഇന്റർവ്യൂ ആണ് എല്ലാ ഡെവലപ്പർ റോളിനും, ഏത് ബ്രിട്ടണിലും. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എനിക്കിപ്പോ മനസ്സിലായി, ഇന്റർവ്യൂ തുടങ്ങി കഴിഞ്ഞപ്പോ എങ്ങനെ നിങ്ങൾക്ക് തരം താണ് ജോബ് അടിച്ചെടുക്കാന്നുള്ളതാണ് ഇന്റർവ്യൂ. അപ്പോ ഞാനിപ്പോ ഇത്രയും ഒരു ഇൻഡസ്ട്രി വെറ്ററനായ ഞാൻ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ആദർശിന്റെയും ധനശേഖരന്റെയും നരസിംഹയുടെയും യോഗേഷിന്റെയും ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടേ? പിന്നെ അല്ല, ഇത് ഈ ശ്രീധി ചോദിച്ചതിന് വേറൊരു കേസ് ഉണ്ട്. ഈ UK കണ്ടന്റ് ബേസ്ഡ് ഇന്റർവ്യൂ ആണ് കൂടുതൽ. നമ്മൾ സ്ട്രക്ചറലി മോഡൽ ചെയ്യുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ആണ് കയറാനായിട്ട്. അതല്ല ശരത്തെ, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ 2 സ്ട്രാറ്റജി ഞാൻ കാണുന്നത്. അതായത് എന്റർപ്രൈസ് ജാവ .NET ഈ നിങ്ങൾ പറഞ്ഞതായിരിക്കും നടക്കുന്നത്. C++ ഞാൻ കുറച്ചും കൂടി ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ടുണ്ട്. ഇവിടെ കിട്ടിയ കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൈ ജാവ ഇസ് നോട്ട് യുവർ ജാവ പ്രോബ്ലം ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ സ്പ്രിംഗ് ബൂട്ട് പോപ്പുലർ ആയപ്പോ, അല്ലെങ്കിൽ സ്പ്രിംഗ് ക്ലൗഡ് ഒക്കെ പോപ്പുലർ ആയപ്പോ കുറെ കുറഞ്ഞെന്നാണ്. ഒരു 2015 മുമ്പ് ജാവയുടെ സീൻ എന്താണെന്ന് വെച്ചാല് 6 ജാവ ഉണ്ടായിരുന്നു പറയാം. ഒന്ന് സൺ ഒറാക്കിൾ ജാവ, EJB അവരുടെ പ്രൊഡക്റ്റ് ആണ്. 2 അപ്പാഷെ ഇപ്പൊ ജക്കാർത്ത എന്ന് വിളിക്കണ ജെറോണിമോ അവരുടെ സ്റ്റാക്ക്. പിന്നെ ജേബോസിന്റെ വെബ് ലോജിക് അല്ല, മറ്റേ വെബ് ലോജിക് ഒറാക്കിൾ വാങ്ങിച്ചിട്ടോ, മറ്റേ റെഡ് ഹാറ്റിന്റെ ജേബോസ് എക്കോസിസ്റ്റം, IBMന്റെ വെബ് സ്പിയർ, പിന്നെ സ്പ്രിങ് ഇവിടെ കിട്ടിയ. അപ്പൊ സ്പ്രിങ് അന്ന് നീഗ്രോസ് ഫ്രെയിംവർക്ക് ആയിരുന്നു ആൾക്കാരുടെ കണ്ണില്, ഈവൻ 2014 വരെ ഇവിടെ കിട്ടിയ. അതായത് നമ്മുടെ നാട്ടില് ഔട്ട്സോഴ്സ് ചെയ്ത് കുറെ സ്പ്രിംഗ് പ്രൊജക്ട് വരെയായിരുന്നു, കാരണം ലെസ് ഇതായിരുന്നു. പക്ഷെ
ഫോർ സം റീസൺ ഈ മറ്റേ JSF ഒക്കെ നല്ല പോപ്പുലർ ആയിരുന്നു ഇന്റേണൽ ആപ്ലിക്കേഷൻസ്. എവിടെ കിട്ടിയ അപ്പോ എന്റെ ഒരു അസസ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2010 ക്ലൗഡ് ഫൗണ്ടറി വരികയും ക്ലൗഡ് ഫൗണ്ടറിനെ VMware വാങ്ങിച്ചു, സ്പ്രിംഗ് സോഴ്സിനെ VMware വാങ്ങിച്ച്, ടെറാസോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും സ്റ്റീൽ ടോക്ക് വെച്ചിട്ട്, ഡെല്ലിൻ അങ്ങനെ ആ ഇത് വന്നപ്പോ സ്പ്രിംഗ് ബൂട്ട് ആക്കി, ഇത് സ്പ്രിംഗ് ബൂട്ട് അല്ല സ്പ്രിംഗ് ക്ലൗഡ് ആക്കി മാറ്റി ബൂട്ട് കൊണ്ടുവന്നപ്പോഴാണ് സ്പ്രിംഗ് ഇപ്പൊ ഒരു ഡൊമിനന്റ് തിങ് ആയത്. ഇപ്പൊ ഞാൻ മറ്റേതൊന്നും കേൾക്കുന്ന പോലുമില്ല. മറ്റേത് ഉണ്ടോ? അതായത് മറ്റേ ഈ JB4 ആ ടൈപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ടാവും, ലെഗസി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ജക്കാർട്ട ഡബ്ല്യൂയില് വർക്ക് നടക്കുന്നുണ്ട്, പക്ഷേ അറിയില്ല, ഈ സോഫ്റ്റ്വെയർ ഏജിലെ ആൾക്കാരെ വിളിക്കേണ്ടി വരും ഒന്ന് അപ്ഡേറ്റ്സ് എടുക്കണമെങ്കിൽ. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ സ്പ്രിംഗ് ആൻഡ് ദ റെസ്റ്റ് ആണ് അല്ലെ? അതെ അതെ അതെ. ലേണിംഗ് കർവ് നോക്കുകയാണെങ്കിലും. പക്ഷെ ഞാൻ ചോദിച്ചു, എനിക്ക് സ്പ്രിംഗിന്റെ ലോഡ് ടൈം ഇത്തിരി ഡിലേ വരുമെന്നൊരു ഡൗട്ട് ഉണ്ടോ? ആ സ്റ്റാർട്ടപ്പ് ടൈം ഡിലേ ഉണ്ട് അതിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പല രീതിയിൽ, അതായത് ഏത് ബിസിനസ് കോണ്ടെക്സ്റ്റിലാണ് സാർ ഉദ്ദേശിക്കുന്നത്? ലോ ലേറ്റൻസി സിസ്റ്റംസ് ആണോ? അങ്ങനെയല്ല, ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പോർട്ടൽ, എംപ്ലോയി പോർട്ടലാന്ന് ചോദിച്ചു, അതൊക്കെ പിന്നെ റെയർലി ഷട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് ഷട്ട് ചെയ്യണ സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നലെ മറ്റേ നിങ്ങൾ പറഞ്ഞ മാതിരി ക്ലാസ് ഡാറ്റ ഷെയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അത് കുഴപ്പമില്ലാണ്ടാവുമായിരിക്കും അല്ലെ? പക്ഷെ അതിന് അഡീഷണൽ മറ്റേ ബഡ്ജറ്റ് ഇതൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അതിനുവേണ്ടി കുറച്ച് ഡെഡിക്കേറ്റഡ് ആൾക്കാരൊക്കെ വേണ്ടി വരും. അങ്ങനെയല്ല, കുറച്ച് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് ആ സാധനം സെറ്റപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പൊ ഇന്നലെ പ്രൊഫൈൽ ഗൈഡഡ് ഒപ്റ്റിമൈസേഷൻ ഈ ഫീച്ചർ ഞാൻ കാണുന്നത് വിഷ്വൽ C++ ലാണ്. ഓക്കെ ലാലെ, ഈ ഇന്നലെ ലാലിട്ടത് കണ്ടു. പക്ഷെ പ്രൊഫൈൽ ഗൈഡഡ് ഒപ്റ്റിമൈസേഷൻ ഗ്ലോബൽ ആണോ? നിങ്ങളുടെ കോഡ് പ്രൊഫൈൽ ചെയ്യാന്നാണോ? അതെയോ മൈക്രോസോഫ്റ്റ് അവരുടെ VM ഇംപ്ലിമെന്റേഷൻ അവിടെ നിന്നൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തോണ്ട് വരുമോ? നമുക്ക് നമ്മുടെ കോഡ് പ്രൊഫൈൽ ചെയ്യാം. പക്ഷെ ക്ലാസ് ഡാറ്റ ഷെയറിംഗ് അങ്ങനെയാണോ ശരത്തെ? ഗ്ലോബൽ അല്ലേ അത്? അത് ഗ്ലോബൽ ആണ്. അല്ല ലാലെ, അത് ഓട്ടോമേറ്റഡ് ആയിരിക്കും. നമ്മുടെ കോഡ് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വേറെ പ്രോസസ്സാണ്. അതായത് ഇത് VM ചെയ്യുന്ന ആക്ടിവിറ്റിയാ ഓട്ടോമാറ്റിക്കലി. നമ്മള് അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഓട്ടോ ട്യൂൺ ചെയ്യണം അതിനെ, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റേ നമ്മൾ ലോ ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ പ്രൊഫൈൽസ് ബിൽഡ് ചെയ്യണം, എന്നിട്ട് അത് ക്യാഷ് ചെയ്ത് വെക്കണം. എന്റെ അറിവ് ശരിയാണെങ്കിൽ അതൊരു ലോക്കൽ ഫീച്ചറാ. ക്ലാസ് ഡാറ്റ ഷെയറിംഗ് ആയിട്ട് എക്സാക്ട്ലി കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നലെ എനിക്ക് തോന്നി, ഞാൻ പിന്നെ അവിടെ എഴുതിയില്ലാന്നുള്ളൂ, കാരണം കുറെ എക്സ്പ്ലനേഷൻ വേണ്ട. അല്ല, അതിന്റെ സ്നാപ്ഷോട്ട് എടുത്തിട്ട് ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അല്ല സാർ എന്തായിരിക്കും കറക്റ്റ്, എനിക്കറിയില്ല. അതല്ല മറ്റേ ലാലെ, ഇതേ വൈഭവ് എന്ന് പറഞ്ഞൊരു പുള്ളി വന്നു. വൈഭവ് ഇപ്പോഴും ഉണ്ടോ വൈഭവ് സ്ഥലത്തെ? ഉണ്ട്. അപ്പൊ പുള്ളി അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ മറ്റേ ഫാസ്റ്റ് റാമ്പപ്പിന് വേണ്ടി ജാവ ഗ്ലോബൽ പ്രൊഫൈലിംഗ് JVM ഗ്ലോബൽ പ്രൊഫൈലിംഗ് ഇൻഫർമേഷൻ ചെയ്യുന്നുണ്ടെന്ന് അന്നാ മനസ്സിലായി. അപ്പൊ എന്റെ അസംഷൻ, ഞാൻ വായിച്ചൊന്നും നോക്കിയിട്ടില്ല, ക്ലാസ് ഡാറ്റ ഷെയറിംഗ് അതിന്റെ മോഡേൺ അവതാറാണെന്നാണ്. ആണോ? അതേന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പൊ പ്രൊഫൈൽ ഗൈഡഡ് ഒപ്റ്റിമൈസേഷൻ ശരിക്കും കുറച്ചുകൂടി ലോക്കലാ. ലാലിന്റെ കോഡിന്റെ ട്രേറ്റ്സ് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. പൈത്തണില് ക്യുക്സോട്ട് അല്ല ഉപയോഗിക്കുന്നത്, ടിംസോട്ട് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അല്ലെ? അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തുള്ള കുറെ പ്രോഗ്രാമിന്റെ റിസൾട്ട് എംപെരിക്കലി കണ്ടുപിടിച്ച് എക്സ്റ്റെൻസീവ് ആയിട്ട് ലൂപ്പ് കൺട്രോൾ ചെയ്ത് ഈ മറ്റേത് പ്രോഗ്രാമിന്റെ ക്യുക്സോട്ടിന്റെ സ്പീഡ് മിനിമം കിട്ടും, ഈവൻ ദ ഡീഗ്രേഡഡ് ലെവലില്. എന്ന സ്ഥാനത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി എംപെരിക്കലി അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ ചെയ്തേക്കണം. അപ്പൊ അതേമാതിരി ഈ ചരിത്രം വേണമെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ? അതായത് പ്രൊഫൈൽ ഇൻഫർമേഷന്റെ ഉള്ളിൽ നിന്ന് അവരുടെ എക്സിക്യൂഷൻ സ്ട്രാറ്റജിയിൽ മറ്റു സ്ഥലത്ത് നിന്ന് ഇൻസൈറ്റ് കൊണ്ടുവരുന്നതാണോ? അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് മെഷീൻ ലേണിംഗ് വേണമെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഡാറ്റ അനാലിസിസ് നടത്തിയിട്ട് റൂള് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ബേക്ക് ചെയ്യാമല്ലോ.
അതേമാതിരിയാണ് അവർ ചെയ്യണേ, അതായത് VM ബേക്ക് ചെയ്യണേ, അതോ ഇങ്ങനെ ഈ ആന്റിവൈറസ് അപ്ഡേറ്റ് ചെയ്യണ മാതിരി പ്രൊഫൈൽ ഇൻഫർമേഷൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണോ? സ്റ്റേറ്റ് കൺസ്ട്രക്ട് ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതിൽ നിന്നായിരിക്കും എടുക്കണേന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഈ അതായത് ഗ്ലോബൽ ആർഗ്യുമെന്റ് അല്ല, മൈക്രോസോഫ്റ്റിന്റെ ഫിലോസഫി ഡിഫറെന്റ് അല്ലേ സാറേ? മറ്റേ അതായത് ഇന്റർപ്രറ്റഡ് മോഡ് ഇല്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോ അവന്മാര് ഇത് കെയർ ചെയ്യാനുണ്ടാവില്ല, എനിക്കറിയില്ല. പക്ഷെ എന്തോരം പക്ഷേ സോറി ഫോർ ദി ഇന്ററപ്ഷൻ, അവന്മാർക്ക് റീജിറ്റ് ഉണ്ട്. റീജിറ്റ് ഉണ്ട്. അപ്പൊ ഈ അതായത് ശരിയാണ്, പക്ഷെ സ്റ്റിൽ വേണ്ടി വരും. അതായത് 2 weeks ലാലെ ഇത് ഇതെന്താ അറിയാമോ? ഹലോ സാറ് റാസി എന്ന് പറഞ്ഞിട്ട് സാറ് പരിചയപ്പെടണമെന്ന് റാസി ഉണ്ട് കോളില്. റാസി എവിടെ വെച്ച് വർക്ക് ചെയ്താ? കീ വാല്യൂല് ഉണ്ടായിരുന്നാണ്, ഇപ്പൊ US-ലാണ് പുള്ളി. ആണോ? ഓക്കെ. അപ്പൊ പുള്ളി ഇപ്പൊ എന്ത് ചെയ്യുന്നു? പുള്ളി ഇപ്പൊ ജാവ ഒക്കെ പഠിക്കുന്നുണ്ട്, ജാവ കേറാൻ നോക്കുന്നു. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു? റാസി ഞാൻ കീ വാല്യൂല് ഡെവോപ്സ് ആയിരുന്നു. നമ്മള് ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ട് ഇതിന്റെ മുന്നേ. കീ വാല്യൂ നമ്മള് വീട് എവിടെയാ? ഞാൻ മലപ്പുറം. ഞാൻ ചോദിക്കട്ടെ, ഈ ഷെർബിലായിട്ട് തല്ലുപിടിച്ച റാസിയാണോ? തല്ലുപിടിച്ചിട്ടൊന്നുമില്ല. തല്ലുപിടിച്ചില്ല, വേറെ കുറെ കഥകളുണ്ട്, അത് നമുക്ക് റെക്കോർഡിംഗിൽ പറയാൻ പറ്റില്ല, പിന്നെ പറയാം അല്ലേ? വേറെ അങ്ങനെയല്ല, ചരത്ത വേണമെങ്കിൽ വേണ്ട, എനിക്ക് എഴുതിക്കണമെന്നില്ല കേട്ടോ ചരത്തിന്. മറ്റേത് പറയണ ഞാൻ തലക്കൊരൊറ്റ അടി അടിച്ചുള്ളൂ എന്നിട്ട് അങ്ങനെ പറയണ. അങ്ങനെ അപ്പൊ തുടരട്ടെ. അപ്പൊ നമുക്ക് നിങ്ങൾ ആദ്യം കേറ് റാസി, കുറച്ച് കഴിയുമ്പോ ലാംഗ്വേജ് സിങ്ക് ആയിക്കോളും. ഓക്കെ. അപ്പൊ ശ്രീത്തുണ്ട് അവിടെ? അതായത് ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ CLR ഒരു ലൈൻ IL എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയാം റൺ ടൈമിൽ, ഒരു ലൈൻ പോലും. എനിക്കറിയാം. ജാവ പക്ഷെ അങ്ങനെയല്ല, ഹോട്ട്സ്പോട്ട് ഒപ്റ്റിമൈസേഷൻ ആണ്. അതായത് കോഡ് ഇത്. അപ്പൊ ഈ ജാവയുടെ ഗുണമെന്ന് വെച്ചാൽ റീജിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റീജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൺ ടൈമിൽ നമുക്ക് കോഡിന്റെ അവർക്ക് വേണമെങ്കിൽ മറ്റേ പ്രൊഫൈൽ നോക്കിയിട്ട് അവർക്ക് റീജനറേറ്റ് ചെയ്യാം. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ മെത്തേഡിന്റെ ഒരു ഗുണം അവര് പറഞ്ഞ വെച്ചാൽ ജിറ്റ് കൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. അത് ഓവർ റേറ്റഡ് ആണ്. ഇത് അവര് പറഞ്ഞല്ല, അവരുടെ കാര്യങ്ങളെ കുറിച്ച് ട്രാക്ക് ചെയ്യുന്ന ഒരു MVP ഉണ്ട്, അനു മസൂൻ എന്ന് പറഞ്ഞു. പുള്ളിയായിട്ട് ക്ലബ് ഹൗസിൽ ഒരു ചർച്ചയിൽ വന്നപ്പോൾ പുള്ളി പറഞ്ഞു ജിറ്റ് ഓവർ റേറ്റഡ് ആണെന്നാണ് ഇവര് പറയണത്. മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തിട്ട് നേരെ ഇപ്പൊ ഏതാണ് x86 ആണെങ്കിൽ x86 കോഡാക്കും, എന്റെ ഓടിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തർക്കിച്ച് ഒരു ബിനു പുള്ളിയായിട്ട് തർക്കിച്ചപ്പോ റീജിറ്റ്. അപ്പൊ ഞാൻ ഇത്രയും കാലം നേരിച്ചത് മൈക്രോസോഫ്റ്റ് റീജിറ്റ് ചെയ്യില്ല. അപ്പൊ മൈക്രോസോഫ്റ്റ് റീജിറ്റ് ചെയ്യണ്ട്. അപ്പൊ അവരുടെ ഉള്ളിലൊരു ഹോട്ട്സ്പോട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതാണ് അപ്പൊ എന്റെ പശ്ചാത്തലം. ഞാൻ ചെറുതായി ഡിസ്കസ് ചെയ്തതാണ്. അതിപ്പോ സിൽവറും ബിനുവും ഞാനും കൂടി ഡിസ്കസ് ചെയ്തപ്പോ വന്നതാ. അറിയില്ലായിരുന്നു എനിക്കത്. ഇത് വളരെ ലേറ്റ് ആയിട്ടുള്ള അറിവാ അവര് ചെയ്യണമെന്നുള്ളത്. 2000 കോവിഡിന്റെ മൂർധന്യാവസ്ഥയില് ഇത് ചർച്ച നടന്നു. അപ്പൊ വന്നതാ. അപ്പൊ അതാണ് ജാവയുടെ ഇത്. പിന്നെ എന്തായിരുന്നു? അപ്പൊ റാസി മനസ്സിലേക്ക് കുറച്ച് റാസിയുടെ പ്രേരിപ്പിക്കുക. അപ്പൊ ഈ സാധാരണ ഡെവലപ്പേഴ്സ് ഡെവോപ്സ് ആവുന്നതാണ് കാണുന്നത്. ഡെവോപ്സുകാർ പൊതുവെ ഇങ്ങോട്ട് വരാറില്ല. അപ്പൊ അതിന്റെ ഒരു പ്രേരണ എന്താണ്? ഡെവലപ്പർ ആവേണ്ട ഡെവോപ്സ് പൊതുവെ ഒരു ഓപ്പറേഷനിലേക്ക് പോകുന്ന സ്കീം വന്നു. പിന്നെ ഡെവലപ്പർ ആവേണ്ട ഡെവോപ്സ് ആയി കഴിഞ്ഞാൽ ബേസിൽ ഒരു കോറ് ഇതില്ലാത്ത പോലെയാവും. അങ്ങനെ എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഈ ഡെവോപ്സ് എന്നുള്ള ആ തൊഴില്, ഞാനൊരു ഡെവോപ്സ് ബിരുദനാണല്ലോ. ഓക്കെ, ആദ്യമേ പറയാം, പേടിക്കണ്ട. അല്ല,
അപ്പൊ ഡെവോപ്സ് ബിരുദെന്നല്ല, കുറച്ച് ഡെവോപ്സുകാരെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഡെവോപ്സ് ബിരുദം. എനിക്ക് ഡെവോപ്സിനോടൊരു എതിർപ്പൊന്നുമില്ല. അപ്പൊ അപ്പൊ ഈ ആദ്യത്തെ തൊഴില് ഡെവോപ്സ് ആയിട്ടാണ് കിട്ടിയത് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴോ അല്ലോ, അങ്ങനെ ആയതാണോ? കീ വാല്യൂല് ഡെവോപ്സ് ആയിരുന്നു. അതെ. ഓ, അപ്പൊ നിങ്ങൾ കോളേജിന്റെ കോതമംഗലം എഞ്ചിനീയറിംഗ് പഠിച്ചാണോ? MA കോളേജിൽ പഠിച്ച. ഓ, MA കോളേജാണല്ലോ IIT ഓഫ് ഇതല്ലേ കീ വാല്യൂ. കീ വാല്യൂല് അല്ല, പേടിക്കൊന്നും വേണ്ട, കീ വാല്യൂ മാത്രമല്ല, USTയിലെ IIT ഏതാണെന്നറിയോ? IIT ഏതാ? മറ്റേ PVT. ബിറ്റ്സ് പിലാനി നമ്പർ 9 IIT ചെന്നൈ ആണ്, IIT മദ്രാസ് ആണ് നമ്പർ 7. അതായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ പഠിച്ചവർക്കേ ബുദ്ധിയുള്ളൂ എന്നാണ് ആ കമ്പനി വിശ്വസിച്ചത്. ഇപ്പൊ ഇപ്പൊ CTSലാണെങ്കിൽ ബിറ്റ്സ് പിലാനിയിൽ പഠിച്ചവർക്ക് എത്തുള്ളൂ. ഇപ്പൊ തോട്ട് വർക്സിൽ ഏതാണ് ശ്രീത്തെ പറഞ്ഞേ? ഏത് കോളേജ്, ആരാണ് നിങ്ങളുടെ അടുത്ത CEO? അയാൾ ഏത് കോളേജ് പഠിച്ചു? ഇവിടെ ഏതെങ്കിലും കോളേജിൽ REC പഠിക്കണമെന്നില്ല. ഇവിടെ കോളേജിൽ പഠിക്കണമെന്നില്ല. ഡ്രോപ്പ് ഔട്ടുകളാണ് അപ്പൊ നമ്പർ 1. ഡ്രോപ്പ് ഔട്ട് അലവലാദികളെ എന്തും ചെയ്യും. ഞാൻ തോട്ടോക്സി വർക്ക് ചെയ്യണവരെ ഈ വീഡിയോ മലയാളത്തിൽ പറയണം. അതല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ശ്രീത്തെ, എന്തായാലും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾ ചൂടറിഞ്ഞിട്ടുണ്ടാവും. ബിറ്റ്സ് പിലാനി അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ LNT മുംബൈയിലായതുകൊണ്ട് IIT പോവുകയായിരിക്കും, ആണോ? ഞാൻ LNT മൈസൂരായിരുന്നു. ആണോ? ഓ, അപ്പൊ വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയിരിക്കും. അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ ചില കമ്പനിയിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ പഠിച്ചാലേ വരും. അപ്പൊ ഇത് അല്ല, അപ്പൊ കീ വാല്യൂല് അവര് നിങ്ങളുടെ അക്കാഡമിക്സ് കണ്ടിട്ട് അവര് ട്രെയിനിങ് തന്നോ? ട്രെയിനിങ് അല്ലെ? അങ്ങനെ പ്രോപ്പർ ട്രെയിനിങ് ഒന്നുമില്ല. മൊത്തം നമ്മൾ തന്നെ പിടിക്കണം. അല്ല, ഇപ്പൊ അങ്ങേർക്ക് ഒരു കമ്പനി നടത്തുമ്പോ നിങ്ങളെല്ലാം പഠിപ്പിക്കാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ്. പക്ഷെ ഒരു ലേണിംഗ് എൻവയോൺമെന്റ് കീ വാല്യൂലുണ്ടെന്നാണ് എനിക്ക് പുറത്തുനിന്ന് മനസ്സിലായത്. അതുണ്ട്. കാരണം ഈ ഉള്ളവർക്ക് ബോധമൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് ജാട ഉണ്ടോന്ന് തോന്നിയിട്ടുണ്ട്. അതാ എനിക്ക് അത്ര തോന്നിയുള്ളൂ. പക്ഷെ കുഴപ്പമില്ലാത്ത ഇതാണ് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ എത്ര കൊല്ലം ഡെവോപ്സ് ആയിട്ട് വർക്ക് ചെയ്തു? ഞാൻ 3.5 കൊല്ലം. ഓ, അപ്പൊ ഈ ജാവ എന്താണ് ശരത്ത് പിരിയേറ്റ് ചെയ്താ? അത് നിങ്ങൾക്ക് തന്നെ അങ്ങനല്ല, ഇത് മറ്റേ C# വന്നത്, പിന്നെ ലാസ്റ്റ് മിനിറ്റ് ജാവയിലോട്ട് സ്വിച്ച് ചെയ്ത്. അപ്പൊ നിങ്ങളാണ് പുലി പിടിക്കുമല്ലോ. ഷാൽവിൻ കണ്ട ജാവക്കാരെയൊക്കെ C# ആക്കും. നിങ്ങൾ അപ്പൊ കുഴപ്പമില്ല. അല്ല, അപ്പൊ ലാലിന് ഞാൻ കണക്ട് ചെയ്താണ്. അല്ല, പോളിഗ്ലോട്ടായ പുള്ളി. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ജാവയോടാണ് അഫിനിറ്റി, ഡോട്ട്നെറ്റിനോടാണ് റാസി അഫിനിറ്റി? ജാവ. അല്ല, ജാവ കരിയറായിട്ട്. പക്ഷെ ഡോട്ട്നെറ്റ് പഠിത്തം നിർത്തരുത് കേട്ടോ. കാരണം നിങ്ങൾ പഞ്ചാബി ഹൗസ് കണ്ടാണോ? പഞ്ചാബി ഹൗസ് അതിന് കൊച്ചിൻ ഹനീഫ് ഒരു ഡയലോഗ് ഉണ്ട്, ഇന്ത്യയിൽ ഇങ്ങനെയാണ് പഞ്ചാബിൽ എങ്ങനെയാന്ന് അറിഞ്ഞോ? അപ്പൊ ഡോട്ട്നെറ്റിൽ ഇങ്ങനെയാണ്, ജാവയിൽ എങ്ങനെയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 1 കൂടിയ 11 ആവുന്നതാണ് എന്റെ മതം. 1 കൂടിയ 2 അല്ല വരണ്ടേ. പക്ഷെ നിങ്ങൾക്ക് ഡോട്ട്നെറ്റും ജാവയും കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങളത് ഉപദേശിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, ആണോ? ഇല്ല, ഞാനിപ്പോ മറ്റേ പ്രോസസ്സിന്റെ ഫോക്കസിലേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഇപ്പൊ പുള്ളി കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോ അത്യാവശ്യം ഈ ആ കോളേജിലെ നമുക്കറിയാലോ, അപ്പൊ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വാല്യൂല് ഇത്തിരി പെയർ പ്രഷർ ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. പുള്ളിക്ക് രണ്ടും പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരേ സമയം. അങ്ങനെയല്ല റാസി, തൊഴിലായിട്ട് ജാവയും ഇപ്പൊ ജാവയിൽ എന്ത് പഠിച്ചെന്ന് എങ്ങനെ അറിയും? അവിടെ ഉണ്ടോ? ജാവയില് മെച്ചോർഡായെന്ന് എങ്ങനെ അറിയും? അപ്പൊ ഒന്നിനും ശരത്തിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എന്നോടോ അല്ലെങ്കിൽ അറിഞ്ഞു. അപ്പൊ ഞങ്ങള് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കൊള്ളാന്ന് പറഞ്ഞു എന്ത് ചെയ്യും? വാലിഡേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചില്ല.
ഇങ്ങനെ ചോയ്സ് ഓഫ് വേർഡ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 ഞാൻ ശ്രദ്ധിച്ചു. ഒരെണ്ണം തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് ശ്രദ്ധിച്ചു. ഇപ്പൊ ഇത് കൊള്ളാം. അല്ല വാലിഡേഷൻ. സാറേ ഇവൻ അങ്ങനല്ല, ഈ മറ്റേ കുറച്ച് ഫോർമൽ വെരിഫിക്കേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ലേ ഈ റാസി മറ്റേ ഇങ്ങനെയാണോ ഈ കോളേജില്? മറ്റേ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് മോങ്കോ ഡിബി ഇവിടെ അല്ല ഏതോ ഡാറ്റാബേസ് എഞ്ചിന്റെ വെരിഫിക്കേഷൻ അല്ല, വർക്ക് ചെയ്തിട്ടുള്ള? ഡാറ്റാബേസ് എഞ്ചിന്റെ വെരിഫിക്കേഷനിൽ വർക്ക് ചെയ്തിട്ടില്ല. അല്ല ഇല്ല 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 ഞാൻ വർക്ക് ചെയ്തത്. ഇല്ല അങ്ങനല്ല. എടാ നീ വെരിഫിക്കേഷൻ മറ്റേ പ്രൊഫസറായിട്ട് ചെയ്ത പരിപാടി എന്തായിരുന്നു? അത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ആയിരുന്നു. ആ ഇത് കടുവയെ പിടിച്ച് കടുവയല്ലോ. ഹാസ്കലില്. അത് ആസ്കൽ കേൾക്കില്ല. ആസ്കൽ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വെരിഫിക്കേഷൻ സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ? വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ സിസ്റ്റംസ് ആയിട്ട് പഠിച്ചിട്ടില്ല. അതില് ഫങ്ഷണൽ പ്രോഗ്രാം ആയിരുന്നു പുള്ളിയുടെ എയിം ആ പ്രോഗ്രാമില്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാ സാർ നിങ്ങൾ പറ. MLA പ്രൊഫസർ ആണോ? അല്ലല്ല, ഇവിടെ US പോയിട്ടുള്ള. അല്ല ഇവിടെ മാസ്റ്റേഴ്സ് എഴുതും. ഇപ്പൊ മാസ്റ്റേഴ്സില് ഇവിടുത്തെ പ്രൊഫസർ അതിലൊരു കോഴ്സ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഇപ്പൊ ആയിരുന്നു. നിങ്ങൾ അമേരിക്കയിലാണോ? ഞാൻ US അപ്പൊ നിങ്ങൾ അമേരിക്കൻ ഇതാണ്. അപ്പൊ എന്താ അപ്പൊ ഈ കീ വാലിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി US ഏത് യൂണിവേഴ്സിറ്റിയാ? ഞാൻ കീ വാലിയിൽ റിസൈൻ ചെയ്തതിനു ശേഷം ഞാൻ വേറൊരു കമ്പനി വർക്ക് ചെയ്തു. ഞാൻ കീ വാലിയിൽ നിന്ന് കുറച്ച് മുന്നേ പോകുന്നു. ഞാൻ ശരത്ത് കീ വാലിയിൽ നിന്ന് പോകുന്നതിന്റെ കുറച്ച് മുന്നേ ഞാൻ പോകുന്നുണ്ട് കീ വാലിയിൽ നിന്ന്. എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ക്വാണ്ടിഫൈ എന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്വാണ്ടിഫൈ ഈ പേര് എവിടെയുണ്ട്? എന്താണ് അവരുടെ ബിസിനസ്? അവർക്ക് ഡേറ്റ വെച്ചുള്ള കുറെ ഡേറ്റ വെച്ച് AML ആയിരുന്നു നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഡേറ്റ വെച്ചിട്ടുള്ള കുറെ സൊല്യൂഷൻസ്. മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. ആണോ? മുംബൈ ബേസ്ഡ് സർവീസ് കമ്പനി. അപ്പൊ നിങ്ങളൊരു ഫോർമൽ ബെന്റ് ഉള്ള ആളാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന കോഴ്സിന്റെ പേരെന്താ? മാസ്റ്റേഴ്സ് ആണോ? ആ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്തു. ഏത് യൂണിവേഴ്സിറ്റിയില്? സിറക്കീസ് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്കിന്റെ തൊട്ടടിയിലുള്ളത്. ന്യൂയോർക്കിന്റെ മുകളിൽ. എങ്ങനെ? ന്യൂജേഴ്സിയിലല്ല, ന്യൂയോർക്കിന്റെ മുകളിൽ. ന്യൂയോർക്കിൽ തന്നെ അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക്. രാജീവ് മൽഹോത്രയുടെ യൂണിവേഴ്സിറ്റിയാണ് ശരത്തെ. ആ ലിങ്ക് എനിക്ക് ഇല്ലായിരുന്നല്ലോ. ആർക്കമിഡിസ് ഓഫ് സിറക്കോസ് എന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. പഴയ ആർക്കമിഡീസ് എന്ന സ്ഥലം ഇറ്റലിയിലെ ഏതുകൊണ്ട് ഈ അമേരിക്കയിലെ പല സിറ്റീസിന്റെ പേര് യൂറോപ്പിലെ പേരായിരിക്കുമല്ലോ. ഉണ്ട്. സിറക്കീസ് പല സ്ഥലത്തുണ്ട്. അതെ. ഇപ്പൊ അപ്പൊ ഞാൻ ഈ മോണ്ട്വേൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ന്യൂജേഴ്സിയിൽ. അപ്പൊ നിങ്ങൾ പ്രിൻസ്റ്റണിലൊക്കെ പോയോ? പ്രിൻസ്റ്റണിൽ ഞാൻ പോയില്ല. ബാക്കി കുറെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയി. ഞാൻ ബോസ്റ്റണിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റി പോയി. ഏതാ? അതിപ്പോ MIT ഹാർവർഡ് ആയിരിക്കും. ഇത് ബോസ്റ്റൺ കോളേജ്. ഇത് MIT മൂന്നല്ലേ? ഹാർവർഡ്, നോർത്ത് ഈസ്റ്റേൺ, പിന്നെ MIT ഹാർവർഡ്, നോർത്ത് ഈസ്റ്റേൺ, കോർണൽ. ഓക്കെ. അപ്പൊ ഇത് കൊള്ളാം. അപ്പൊ സിറക്കോസിലെ അപ്പൊ നിങ്ങളുടെ ഈ പ്രൊഫസറിന്റെ പേര് എന്താണ്? വല്ല ഫങ്ഷണൽ പ്രോഗ്രാമിംഗിൽ വേൾഡ് അതോറിറ്റി വല്ലതും ആണ് അയാൾ? ചിലപ്പോ ആയിരിക്കുമല്ലോ. വേൾഡ് അതോറിറ്റി ഒന്നുമല്ല. പുള്ളി കുറെ അത്യാവശ്യം സീനിയറാ. പുള്ളി ഇതിന് മുന്നേ ലിസ്പില് AI ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പുള്ളി. എന്താണ് പുള്ളിയുടെ പേര്? പുള്ളിയുടെ പേര് ആൻഡ്രൂ ലീ. ചൈനീസാ? പുള്ളി ചൈനീസ് ആണ്. പക്ഷെ പുള്ളി US വന്നിട്ട് പുള്ളിയുടെ മാസ്റ്റേഴ്സിന് വേണ്ടി US വന്നു. ഓക്കെ. പുള്ളിക്ക് കുറെ കാലമായി US പുള്ളി. അപ്പൊ ഇപ്പൊ കഴിഞ്ഞോ? കോഴ്സ് കഴിഞ്ഞോ നിങ്ങളുടെ? എന്റെ കോഴ്സ് കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലോറിഡയിൽ വന്ന് ഇന്റേൺഷിപ്പ് ചെയ്തു. എവിടെയാ? അല്ലല്ല, ഞാന് ഒർലാൻഡോയില്. അതായത് മറ്റേ ഈ ഇതുള്ളതല്ലേ ഫ്ലോറിഡ? മറ്റേ ഈ സാധനങ്ങളാണോ? ഈ മിക്കി മൗസോ അല്ല മറ്റേ മുതലാണോ? അല്ല മുതലേ മറ്റേ ക്യൂബയിലേക്ക് പോണ ഡിസ്നി വേൾഡ് ആണോ? ഡിസ്നി വേൾഡ് അവിടെ എങ്ങനെയല്ലേ? ഇവിടെ ഉണ്ട്. 1, 2, 3 തീം പാർക്ക് ഉണ്ട്. ഞാൻ മറ്റേ കേരളത്തിലെ ക്ലൈമറ്റ് ആണല്ലോ, സുഖമാണല്ലോ അല്ലേ? ഇവിടെ ചൂടാ. ഞാൻ ന്യൂയോർക്കിൽ നിന്നല്ല ഇങ്ങോട്ട് വന്നേ. അല്ലല്ല എനിക്ക് മനസ്സിലായി. പക്ഷെ കേരളം കാണാം. ഞാൻ ജാക്സൺ ഫീൽഡിൽ ഒരു 3 ആഴ്ച. നമ്മുടെ സെയിം ടെമ്പറേച്ചർ, നമ്മുടെ സെയിം വെതർ, നമ്മുടെ സെയിം ടെമ്പറേച്ചർ ആണ്.
ആ നമുക്ക് അല്ല, പക്ഷെ അതൊരു പുതിയ ഈ മലയാളികൾ കുറയുള്ള സ്ഥലം. മലയാളികള് കുറെ ഉണ്ട്. അത് ചില ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടാ മലയാളികള്. അതെ അതെ, ഈ മിക്കവരും നേഴ്സുമാരൊക്കെ ആയിട്ട് ആദ്യം വന്നത് ഹോസ്പിറ്റൽ, ഈ ബ്ലൂ ഷീൽഡ് എന്ന് കേട്ടിട്ടുണ്ട്, BCBS. ആ ആ അവരുടെയൊക്കെ കുറെ സ്റ്റാഫ് ഇന്ത്യക്കാരാണ്. ഞാൻ ആ അവരുടെ എൻഗേജ്മെന്റിന് വേണ്ട, ഞാൻ ജാക്സൺവില്ലിൽ വന്നത് ഫ്ലോറിഡ ബ്ലൂ എന്ന് പറഞ്ഞ അവരുടെ ഇതിനു വേണ്ടി 3 weeks ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ ആ ഒരു നല്ല ബുക്ക് സ്റ്റോളൊക്കെ കണ്ടു ഞാൻ, ബാൺസ് ആൻഡ് നോവൽസും. അല്ല അപ്പൊ ഈ കോഴ്സിൽ എന്താ പഠിച്ചപ്പോ? കോഴ്സില് ഫങ്ഷണൽ പ്രോഗ്രാം ഉണ്ടായി, AI ഉണ്ടായി. AI യുടെ ഒരു അടിപൊളി പ്രൊഫസർ ഉണ്ടായി. അയാളാരാണാവോ? അല്ല ഇവരുടെയൊക്കെ കോഴ്സ് അയാള് കണ്ടിട്ടുണ്ടോന്നല്ലേ? പുള്ളിയുടെ പേര് ഗാരറ്റ് കാറ്റ്സ് ആയിരുന്നു. പുള്ളി ഓക്കെ. വലിയ പ്രായമൊന്നുമില്ല, പുള്ളി ഒരു 30s ഒരാളാണ്. പക്ഷെ പുള്ളി കുറച്ചുകൂടി പാഷനേറ്റാ. പുള്ളി BS in സൈക്കോളജി, MS in മാത്സ്, പിന്നെ PhD in കമ്പ്യൂട്ടർ സയൻസ് AI. പുള്ളിയുടെ പാഷൻ ആൾക്കാരെ വഴിതെറ്റിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട് പുള്ളിയുടെ കയ്യിൽ, അല്ലേ? ഓക്കെ. അപ്പൊ ഈ AI എന്ന് പറയുമ്പോ കുറെ ഇതുണ്ടല്ലോ. പുള്ളി ഡീപ് ലേണിംഗ് ആണോ, ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് ആണോ, CNN, എങ്ങനെ എന്താ ഏത് ഏരിയയിലായിരുന്നു നിങ്ങളുടെ കോഴ്സ്? പുള്ളിനോട് ഞാൻ അത്യാവശ്യം പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ട്രാൻസ്ഫോമേഴ്സിന്റെ ഒരു ഫാൻ അല്ല. പുള്ളി ട്രഡീഷണൽ AI-യുടെ ഒക്കെ ഒരു ഫാനാണ്. അതായത് ഈ ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ്, അങ്ങനത്തെ ഒക്കെ സാധനം. പിന്നെ സിംബോളിക് AI ആണോ? എന്താ പറഞ്ഞേ? ശരത്ത് എന്താ പറഞ്ഞേ? അല്ല ട്രഡീഷണൽ പറഞ്ഞപ്പോ സിംബോളിക് ഒക്കെ ഉണ്ടോന്ന് പറയാണ്ട്. സിംബോളിക് AI സിംബോളിക് എന്ത് സാധനം? അത് അതായത് ലോജിക് ഫൗണ്ടേഷൻ ആക്കി വെച്ചിട്ടുള്ള, അതായത് പ്രൊഡക്ഷൻ സിസ്റ്റം, ഫസി ലോജിക്, ഇനി മറ്റേ റെറ്റെ സിസ്റ്റം, പിന്നെ എന്താണ് മറ്റേ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഒക്കെ ചെയ്ത് AI ഉണ്ടാക്കി. ശരത്തെ മറ്റേ സാധനങ്ങൾ കൊടുക്കും പുള്ളിക്ക്. മാസ്റ്റർ അൽഗോരിതം ആണോ? അപ്പൊ അല്ല സാർ, ഇപ്പൊ H1B പ്രഷർ ആയി തോന്നുന്നുണ്ട് ജാവ ഫോക്കസ്. അല്ല, പുള്ളിക്ക് വെറുതെ ഒരു അതയക്കാം. അല്ല ഓക്കെ. അല്ല ഇപ്പൊ എനിക്ക് പുള്ളി അപ്പൊ ഭാഗ്യവാനാണ് നിങ്ങൾ, അങ്ങനെയുള്ളവരെ കാണുന്നത്. കാരണം മറ്റേത് ഇപ്പൊ എല്ലാവരും ചെയ്യുമല്ലോ. അല്ല അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഒരു അവലോകനം എന്താണ്? ഇത് 4 കൊല്ലം കോളേജ് പഠിച്ചു, അത് അന്ന് അത്ര എങ്ങനെയാലും പാസ്സാവണം. കീവാലിൽ വന്നപ്പോ പണി പഠിച്ചു, പിന്നെ അതിൽ ബോറടിച്ചപ്പോ നിങ്ങൾ അങ്ങോട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി 18 വർഷത്തെ കോഴ്സ് എത്ര? 1.5 കൊല്ലം എത്രയായിരുന്നു? 2 കൊല്ലം. ഞാൻ നിങ്ങളെ ക്വസ്റ്റ് ചെയ്യണമെന്നല്ല കേട്ടോ, ഒരാളെ അതായത് ഇതിപ്പോ എന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ വീഡിയോ ആയിരുന്നു. അതിപ്പോ നിങ്ങളെ കണ്ടപ്പോ ഈ ഇത് അപ്പൊ എനിക്ക് റാസി എന്ന് പറഞ്ഞപ്പോ ഈ RACI എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? RACI കണ്ടിട്ടില്ല. അതായത് റെസ്പോൺസിബിൾ, അക്കൗണ്ടബിൾ, കൺസൾട്ടഡ്, ഇൻഫോംഡ് എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് ഉണ്ട്, ഓപ്പറേഷൻ ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് അതാണ് നിങ്ങളുടെ പേര് കേട്ടപ്പോ ഓർമ്മ വന്നത്. അതാണ് റാസി. അപ്പൊ ഈ മാത്തമാറ്റിക്സ് ഒക്കെ രണ്ടാമത് പഠിച്ചതിന്റെ സന്തോഷമുണ്ടോ? മാത്തമാറ്റിക്സ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ സാധനത്തിന് വേണ്ടി പിടിച്ച് ഇപ്പോ ഇഷ്ടമായതാ. ഓക്കെ. അപ്പൊ ഈ നിങ്ങള് മെഷീൻ ലേണിംഗിന്റെ കോണ്ടെക്സ്റ്റിലാണ്. സോറി പറ. അല്ല, അത് എനിക്കിപ്പോ മനസ്സിലായത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഇഷ്ടക്കേടായിരുന്നു. കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടു. അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമായിരുന്നു. അല്ല അതിപ്പോ നിങ്ങള് ഈ AIMLന്റെ കേസിൽ ലീനിയർ ആൾജിബ്ര, മൾട്ടിവേരിയറ്റ് കർവ്സ് അങ്ങനെയാണ് പഠിച്ചത്? അതെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് കേസിൽ ഡിസ്ക്രീറ്റ് മാത്ത്, മറ്റേ കാറ്റഗറി? അവിടുന്നല്ല മാത്സിന്റെ പ്രശ്നം എന്റെ തീർന്നത്. ഞാന് മറ്റേ കീ വാല്യൂ കഴിഞ്ഞിട്ട് ഞാൻ കാറ്റിനൊന്ന് ട്രൈ ചെയ്തു. അപ്പോ കാറ്റ് പൊളിഞ്ഞിട്ടുണ്ട്. കാറ്റ് പൊളിഞ്ഞിട്ട് കാറ്റ് 8 നില പൊട്ടി. പക്ഷെ കാറ്റ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായത് മാത്സ്, ലോജിക്, അങ്ങനത്തെ കുറച്ച് സാധനം. അത് കഴിഞ്ഞിട്ട് ഞാൻ GRE എഴുതി.
ഓ അതിന്റെ നിങ്ങൾ മറ്റേ IIT കയറാൻ വന്നു അല്ലേ? അല്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി, US-ലോട്ട് വരാൻ വേണ്ടി GR എഴുതി. GRE മറ്റേ അല്ല GMAT മാനേജ്മെന്റ് GRE ഇത് മറ്റേ ഗേറ്റ് GRE ആണ് engineering. മാർക്ക്. മനസ്സിലായി. അപ്പൊ GRE കുറച്ചുകൂടി ഈസി ആയത് കാറ്റ് പൊളിഞ്ഞോണ്ട്. കാറ്റിന്റെ മാത്സ് കുറച്ചുകൂടിയും ഇന്റൻസീവ്. അപ്പൊ ആ കാറ്റും GRE എഴുതി കഴിഞ്ഞോണ്ടാണ് ഇവിടെ മാസ്റ്റേഴ്സിന് വന്നപ്പോ മാത്സ് പ്രശ്നമല്ലാണ്ട് വന്നത്. ഓക്കെ. അപ്പോ അപ്പൊ അത് പിന്നെ ഒരു കാര്യമുണ്ട്, ആ പഠിക്കുന്ന മോഡിൽ വന്നല്ലേ ഈ 2 കഴിഞ്ഞപ്പോ. അതായത് ആ ഒരു ഞാനേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴേ കുറെ ആൾക്കാർ ആവറേജ് ആയിരുന്നു. അവർ പെട്ടെന്ന് പാർട്ട് ടൈം ബിടെക് പഠിക്കാൻ പോയി ട്രിവാൻഡ്രത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് അവന്മാര് അത് പാസ്സായി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ അവന്മാര് തുടർന്നൊക്കെ പൊന്ന. കാരണം അവര് നല്ല ഷാർപ്പായി ഇതിനു വേണ്ടി പഠിച്ചിട്ടേ. കാരണം അവര് പോളിടെക്നിക്ക് നോർമലി പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബിടെക്കിന് നോർമലി പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ മെച്ചൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇത് അവര് വേണമെന്ന് വെച്ച് പഠിക്കണമല്ലോ. അപ്പൊ ഈ പരീക്ഷയുടെയും ഈ പഠിത്തത്തിന്റെ ഒക്കെ മരിങ്ങിലായിട്ടൊക്കെ വന്നപ്പോ ഇവന്മാര് പിന്നെ കരിയറിലും ഭയങ്കരമായിട്ട് പുരോഗമിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലേർട്ട്നെസ് വന്നു. അവര് ടൈപ്പ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അതുണ്ടാവും. ഒരു ഡെഡ് ലൈൻ ഉണ്ട്. പിന്നെ കാറ്റും GRE ഒക്കെ പഠിച്ചപ്പോ ത്രഷോൾഡ് ചില സാധനങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പറ്റി. അപ്പോ അതായത് നിങ്ങൾക്ക് പാക്ഡ് ആയതുകൊണ്ട് സ്ക്യൂസ്ഡ് ആകുമ്പോ ഈ മെന്റൽ ബ്ലോക്കിനൊന്നും സ്കോപ്പ് ഇല്ല. നിങ്ങൾ മെന്റൽ ബ്ലോക്കിന് സ്കോപ്പ് ഇല്ല. അത് ശരിയാണ്. ഓക്കെ. അല്ല ഞാൻ അടിസ്ഥാനപരമായിട്ട് ഈ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ എങ്കിലും ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ 2021 ഈ എനിക്കൊരു അപർഷത തോന്നി. ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 2021 ഏപ്രിലിൽ 160 മണിക്കൂർ വീഡിയോ ഉണ്ട് ഒരു മാസം. അതായത് ഒരു ദിവസം 5.5 മണിക്കൂർ വീഡിയോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ക്രൈം പെട്രോൾ ഒക്കെ കാണാൻ സമയം വേണേ. അതുകൊണ്ടാണ് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഫുള്ള് മനസ്സിലല്ലേ ഇത് അല്ല. അപ്പൊ അതങ്ങനെ കണ്ടപ്പോ ഈ എന്താ പറയാ, അത് ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലങ്ങളോളം ക്ലബ് ഹൗസിലൊക്കെ ഈ അന്ന് ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിന്റെ ഇന്റേണൽസ് ഒക്കെ പഠിച്ചിരുന്നു. ഒരുത്തനെ പഠിപ്പിച്ച ഒരു നിതിൻ വർഗീസ് പറഞ്ഞ പുള്ളി. അങ്ങനെ അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രഷർ കുക്കർ മോഡിൽ വരുമ്പോ പഠിക്കാം. അതൊരു ഭയങ്കര ഐഡിയ കേട്ടോ. ഈ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഈ ഒരു വിഷയം മെന്റൽ ബ്ലോക്ക് പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾ ഒരു റെസൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ഒതുങ്ങുക, എന്നിട്ട് അങ്ങോട്ട് റിപ്പീറ്റ് അല്ലേ. ഞാൻ എന്താ അറിയാമോ, ആ MITയുടെ ഡീപ്പ് ലേണിംഗിന്റെ കോഴ്സ് ഉണ്ട്. 15, 16, 17. ഞാൻ 17, 18 എല്ലാ വീഡിയോയും ഞാൻ 2 പ്രാവശ്യം ഓഡിറ്റ് ചെയ്തു. അപ്പൊ പിന്നെ എന്ന് വെച്ചാൽ പറയുമ്പോ തന്നെ കോറിലേറ്റ് ഉണ്ട് ആൾക്കാർ പറയുമ്പോ. എന്റെ കേസിൽ എനിക്ക് ആ പ്രഷർ കിട്ടില്ല. അതാണ് എന്നുവെച്ചാൽ ഒരു സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. പക്ഷെ ആ സിറ്റുവേഷൻ നമുക്ക് ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ എനിക്ക് പാടാം. വേറെ ആൾക്കാരെ ഇൻവോൾവ് ചെയ്താൽ മതി. അതിനൊരു ശ്രീത്തെ ഇതിന്റെ ഉള്ളൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് 2002 ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ആൻഡ് അതർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ബുക്കിന്റെ കാലത്ത്, പിന്നെ 2007 വീണ്ടും വരും. അന്ന് മെറ്റീരിയൽ ഉണ്ടായില്ല. പിന്നെ 2019 ഒപ്റ്റിമൈസേഷൻ പഠിച്ചതിന്റെ പുറകില് അത് വീണ്ടും നോക്കി, അപ്പോഴും മൊമെന്റം ഉണ്ടായില്ല. പക്ഷെ ഈ ലാസ്റ്റ് 20 ദിവസം കൊണ്ട് ഐ ഹാവ് ലേൺ മോർ ദാൻ എനിത്തിങ് എൽസ്. ബിക്കോസ് 56 മൈലാണ് പൊട്ടൻഷ്യൽ ജോബ് ഇരിക്കുന്നത്. ക്ലാസ്സിക്ക് പിടി കിട്ടിയ അതായത് ഞാൻ ലണ്ടനെ തൊട്ടെടുത്ത. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നേ. ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ പലതും ഇതെന്തിനു ഉപയോഗിക്കാനും അത് അറിവിന് വേണ്ടിയുള്ള പഠിത്തമായി മാറൂലേ നാട്ടിലാവുന്നേ. എനിക്കതാ തോന്നിയേ. അതായത് ആ ഒരു പക്ഷെ അല്ലാതെ നമ്മള് ഇപ്പൊ ഇതൊന്നും ഈ ഇന്റർവ്യൂവിന് ഇതൊക്കെ പഠിച്ചുകൊണ്ട് ആരും ചോദിക്കാനൊന്നും ഉള്ള. പക്ഷെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോ ഇന്റർവ്യൂവിന് മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ കിട്ടൂല, നമുക്ക് സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ സെൽഫ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂവിന് കിട്ടിയാൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അതാണ് ഞാൻ ഈ പൂൾ ചെയ്യണേ. അപ്പൊ വായനയുള്ള കൂട്ടത്തിലാണോ? എന്നോടാണോ?
അല്ല ഞാനിപ്പോ റാസിയോട് ചോദിച്ചേ. ഞാനൊരു ഡാവിഞ്ചിയുടെ ബയോഗ്രഫി വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. അത് ആരെഴുതിയ? ഫ്രിജോഫ് കാപ്രാവൽ എഴുതിയാണോ? അല്ലല്ല, വാൾട്ടർ ഐസക്സൺ എഴുതിയ. അത് എൻ്റെ ഇരിപ്പുണ്ട്. അല്ല, ഈ ഫ്രിജോഫ് അത് വേറെ എഴുതി. ഓക്കെ. ഈ വാൾട്ടർ ഐസക്സൺ ഈ സ്റ്റീവ് ജോബ്സിന്റെ ഒക്കെ എഴുതിയ ആളല്ലേ? സ്റ്റീവ് ജോബ്സിന്റെ എഴുതിയ ആള്. സ്റ്റീവ് ജോബ്സ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഐൻസ്റ്റൈൻ എഴുതിയ ആള്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ബയോഗ്രഫി ബയോഗ്രഫി അല്ല, ഓട്ടോബയോഗ്രഫി അല്ല, ബയോഗ്രഫി ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിൽ. അത് ഈ പുള്ളി ഒരു ഭയങ്കര പൊളിറ്റീഷ്യൻ വരുന്നതല്ലായിരുന്നു. പിന്നെ പുള്ളി ഈ മോസ്റ്റ് പീപ്പിൾ ആർ വെതർവൈസ്, സം ആർ അതർവൈസ് എന്നൊരു കോട്ട് പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ പുള്ളിയുടെ പറഞ്ഞു ആരെഴുതിയ താനാ വെച്ചേ? ഓർക്കണില്ല. അതായത് ഒരു ചെറിയ ബുക്ക്, അത് ഞാൻ 1990 വായിച്ച. എന്താ ചോദിക്കാൻ കാരണം എന്താ? അല്ല, ഞാൻ വാൾട്ടർ ഐസക്സന്റെ ആണോന്ന് ചോദിച്ചോ? ഇല്ല, വാൾട്ടർ ഐസക്സൺ ഒക്കെ പിന്നെയുള്ള ഓതറല്ലേ? പിന്നെ പുതിയതാ? അല്ല, ഈ വാൾട്ടർ ഐസക്സൺ എന്നുള്ള പേര് കേൾക്കുന്നത് ഞാൻ എലോൺ മസ്കിന്റെ എഴുതിയിട്ടുണ്ടോ ഐസക്സൺ? ഐസക്സൺ ഇപ്പോ കഴിഞ്ഞ കൊല്ലം എഴുതി, പുതിയത്, ഏറ്റവും പുതിയത്. അതെന്റെ ഇപ്പോൾ ഞാൻ തുറന്നിട്ടില്ല. അതെന്താ അറിയാമോ? ഈ എലോൺ മസ്കിനോട് എനിക്ക് കലിപ്പൊന്നുമില്ല. പറഞ്ഞു. മസ്കിന്റെ ബയോഗ്രഫി വേറൊരാൾ ഇതിന് മുന്നേ എഴുതിണ്ടായി. അതായിരുന്നു കുറെ കാലം ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ വാൾട്ടർ ഐസക്സൺ ഇപ്പൊ അടുത്ത് എഴുതിയുള്ളൂ. അത് ഈ ഒരു കറുത്ത ബുക്കല്ലേ? കറുത്ത ബുക്ക് അയാളുടെ പടം. മസ്കിന്റെ മുകളിലെ നല്ല തിക്കാണല്ലോ അവസാനം. ശരിക്കും ഞാൻ എടുത്ത് മറിച്ചു നോക്കി, പിന്നെ വാങ്ങിച്ചില്ല. എന്റെ ഇരിപ്പുണ്ട്, നിൽക്കട്ടെ. ഞാൻ 400 പേജിന്റെ 400 പേജുള്ളൂ. കണ്ടിട്ട് അധികമുള്ളതെന്ന് തോന്നി. വാൾട്ടർ ഐസക്സന്റെ ബുക്ക് അതിലേറെയുണ്ടാവും. അതന്നെ വാൾട്ടർ ഐസക്സന്റെ ബുക്കാണ് ഞാൻ പറഞ്ഞത്, പുതിയത്. വാൾട്ടർ ഐസക്സന്റെ ബുക്ക് സാധാരണ തിക്കായിരിക്കും. എന്റെ ഇരിക്കുന്നതേ ആ ബുക്ക് തന്നെ. ഇങ്ങനെ പുള്ളിങ്ങനെ തൊഴുതു നിൽക്കണ മാതിരി ഒരു ബുക്ക്. ഞാൻ തുറന്നിട്ടില്ല അത് വാങ്ങിച്ചിട്ട്. ഞാൻ ഈ ടെസ്കോന്ന് വാങ്ങിച്ച സ്ഥലത്തെ. മസ്കിനെ പറ്റി പബ്ലിക് അറിയാൻ പുള്ളി ആഗ്രഹിച്ചത് എന്താണെന്നറിയാം? ഏതാ? പുള്ളിനെ പറ്റി പബ്ലിക് അറിയാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയാം? റിയാലിറ്റി കിട്ടില്ല. ഈ ഡാവിഞ്ചിയുടെ എഴുതാന്ന് പറഞ്ഞ പോസ്റ്റ്മസ് ആണല്ലോ. പുള്ളി എലോൺ മസ്കും മറ്റും ജീവിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ പുള്ളി എന്താ എങ്ങനെയാ എഴുതിയേക്കണേ? ഒരു നറേറ്റീവ് മാതിരിയാണോ അത് ആനക്ഡോട്ട്സ് ആണോ അവിടുന്ന്? എങ്ങനെയാ? ഈ നറേറ്റീവ് ആനക്ഡോട്ടിന്റെ വ്യത്യാസം എന്താ? ആനക്ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പുള്ളിയുടെ കുറെ ഈ ഇപ്പൊ ആളുടെ ഈ ഡാവിഞ്ചീസ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ ബുക്ക് കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? പല കോണ്ടെക്സ്റ്റില് പുള്ളി ഇതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബാല്യം ഇങ്ങനെ ഈ ക്രോണിക്കിൾ ചെയ്യാണോ? അതായത് ഇന്ന കാലഘട്ടത്തിൽ ക്രോണിക്കിൾ അല്ല, ടോപ്പിക് വൈസ് ആയിട്ടാ എഴുതിയേക്കുന്നത്. ഓക്കെ. ഞാൻ ആ ജോണ്ടറും കണ്ടിട്ടുണ്ട്. ഇത് ഞാനേ എനിക്ക് ഈ ബുക്ക് എടുത്തപ്പോ ഇത് ഐസക്സന്റെ ആണ് ഞാൻ നോക്കിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴത് ക്രോസ് കോറിലേറ്റ് ചെയ്തത്. ഐസക്സൺ ഞാൻ വായിച്ചിടത്തോളൊക്കെ പുള്ളി അങ്ങനെ എഴുതാറ്, ടോപ്പിക് വൈസ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഓക്കെ. അപ്പൊ അതൊരു ബയോഗ്രഫി ജോണറിലുള്ള ഒരു ബുക്കാണ്. ബയോഗ്രഫി അല്ലെങ്കിൽ ഇതിപ്പോ ചിലപ്പോ ഈ സ്റ്റീവ് ജോബ്സും മറ്റവരും ക്യൂറേറ്റ് ചെയ്തായിരിക്കും. പുള്ളി അവർക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഓട്ടോബയോഗ്രഫി പുള്ളി എഴുതിയതായിരിക്കും അല്ലേ? ഇത് ഡാവിഞ്ചി അങ്ങനെയല്ലോ. അല്ല, ഡാവിഞ്ചി ഒരു സ്വതന്ത്ര കൃതിയാവാനാ വഴി. കാരണം ഡാവിഞ്ചി ജീവിച്ചിരിപ്പില്ലല്ലോ. ശരിയാ. ഇത് രണ്ടും ഈ സെൻസർഷിപ്പ് ഉണ്ടാവും. സ്റ്റീവ് ജോബ്സിന്റെ പുള്ളി വാൾട്ടർ ഐസക്സനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എഴുതിപ്പിച്ചതാ. അപ്പൊ അയാളുടെ ക്ലെയിം ടു ഫെയിം എന്താണ്? അതിന് മുമ്പ് അപ്പൊ അയാൾ എന്തെങ്കിലും ആയിരിക്കണമല്ലോ, നല്ല ചെയ്യുള്ളൂ. ഏതിന്റെ മുന്നേ? ഈ മറ്റേ വാൾട്ടർ ഐസക്സനെ അയാൾ വല്ല ഇംഗ്ലീഷ് പ്രൊഫസറോ എന്തായിരുന്നു അയാള്? പുള്ളി ജേർണലിസ്റ്റ് ആയിരുന്നു. ഓക്കെ. പുള്ളിയുടെ ഫസ്റ്റ് ബയോഗ്രഫി സ്റ്റീവ് ജോബ്സിന്റെ ആണോ? അത് അതിന് മുമ്പ് വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? പുള്ളിക്ക് അതിന് മുന്നേ ബുക്ക് ഉണ്ട്. പുള്ളി ബയോഗ്രഫി അല്ലാണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റി പുള്ളി ഓതർ ചെയ്തിട്ടുണ്ട് വേറെ ആളുടെ കൂടെ. ഓക്കെ. എന്തൊരു സം പീപ്പിൾ ആൻഡ് സം ഫ്രണ്ട്സ് ആൻഡ് അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കുറിച്ച്.
അതിനുശേഷം പുള്ളി ഡാവിഞ്ചി എഴുതി. ഒരു കിസ്സിംഗർ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി എഴുതിയിട്ടുണ്ട് പുള്ളി, ഹെൻറി US കിസിംഗർ. ന്റെ. അതായത് ഒരു US ആ, ഡിപ്ലോമാറ്റ്. പുള്ളി പിന്നെ ജെന്നിഫർ ഡോഡ്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരാരാ? എനിക്ക് അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നോബൽ പ്രൈസ് വിന്നർ ഫോർ ക്രിസ്പർ, ജീൻ എഡിറ്റിംഗിന്റെ ഓ ഓക്കെ. നോബൽ പ്രൈസ് കിട്ടിയ രണ്ടാളുള്ള ഒരാളായിരുന്നു. ജെന്നിഫർ ഡോഡ്ന US, പിന്നെ ഫ്രഞ്ചിലൊരു ഇമാനുവൽ ഷാർപ്പൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ടായി. ഇവര് അതിൽ ജെന്നിഫർ ഡോഡ്നെ പറ്റി പുള്ളി ബയോഗ്രഫി ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് ബയോ ഇൻഫോർമാറ്റിക്സ് അതിലൊക്കെ വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ? അതായത് ജസ്റ്റ് ഇയാളുടെ എഴുതി പറഞ്ഞാണ് അതെ. ഞാൻ ജസ്റ്റ് ഇയാളുടെ ഒരു 4 ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ സ്ഥിരം ഇത് നോക്കിയപ്പോ അതിൽ കണ്ടത്. ഓ ഓക്കെ. അപ്പൊ ഇത് ഒരു ജോണർ. പിന്നെ വേറെ ഏതൊക്കെ ടൈപ്പ് വായിക്കുന്നത്? ഇതല്ലാണ്ട് ഞാൻ ഇതിന് മുന്നേ കുറച്ച് സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിച്ചായിരുന്നു. അത് ഞാൻ പിന്നെ നിർത്തി. പക്ഷെ അത് ചെറുപ്പത്തിലേക്ക് നല്ലതാട്ടോ, ഒരു ഹോപ്പൊക്കെ നോക്കി ലൈഫിൽ. പിന്നെ അതിന്ന് എല്ലാത്തിന്നും ജനറൽ മെസ്സേജ് ആണ് കിട്ടുന്നതെന്ന് കണ്ടപ്പോ ഞാൻ പിന്നെ നിർത്തി. ഏതാ? മറ്റേ ഡെയിൽ കാർണി മുതൽ തുടങ്ങിയാണോ? മറ്റേ റോബിൻ ശർമ്മ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു? പുള്ളി ഡെയിൽ കാർണഗിയുടെ നെപ്പോളിയൻ ഹില്ലിന്റെ. അല്ല, ഞാൻ ഇവരൊക്കെ വായിച്ചിട്ടുണ്ട്. നെപ്പോളിയനൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലേ. ഇപ്പൊ എനിക്കിപ്പോ 52 വയസ്സായി. അന്റെ കാലത്തൊക്കെ ഇതൊക്കെയാണ് ആകെയുള്ള കിട്ടുന്ന ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വായിച്ചു. പിന്നെ സ്റ്റീവൻ കോവെയൊക്കെ വായിച്ചിട്ടുണ്ടോ? സ്റ്റീവൻ കോവെ ബുക്കിന്റെ പേരാ? ഓ, മറ്റേ സെവൻത് ഹാബിറ്റ് എന്നൊക്കെ പറഞ്ഞു. സെവൻത് ഹാബിറ്റ് ഒക്കെ ഞാൻ വായിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇക്കിഗായൊക്കെ കണ്ട് ഞാൻ നിർത്തി, വായിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം അത് വായിച്ചു കഴിഞ്ഞാ അത് കോൺഫ്ലിക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തി വായിക്കാണ്ട്. അതായത് നിങ്ങളുടെ റിലീജിയസ് ഔട്ട്ലുക്ക് ആണോ, മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്കിനാണോ? അതായത് കുറച്ചുകൂടി സ്പിരിച്വൽ ടൈപ്പ് ആണ് ഈ രണ്ട് ബുക്കും. ഈവൻ സ്റ്റീവൻ കോവെ ആണെങ്കിൽ അത് അവരുടെ ഒരു ബുക്ക് വായിച്ചിട്ട് ഞാൻ പകുതിയായിട്ട് നിർത്തി വെച്ചൊരു ബുക്ക് ഉണ്ട്. സാധാരണ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഒരു ബുക്ക് ഞാൻ വായിച്ച് പകുതിയായി ഇൻസെക്യൂർ ആയി നിർത്തി വെച്ചു. അപ്പൊ പിന്നെ ബാക്കി അത് ഒരു കാൾ ന്യൂപോർട്ട് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ ബുക്ക് ഏതാണെന്ന് പുള്ളി ഡിജിറ്റൽ മിനിമലിസത്തിന്റെ ആളല്ലേ? മിനിമലിസത്തിന്റെ പുള്ളി പ്രൊഫസറോ? അങ്ങനെയല്ല. ഇപ്പൊ ചില ബുക്സേ നിങ്ങളുടെ പേഴ്സണൽ ഈ ബ്രവാഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒബ്സ്റ്റക്കിൾസിനെ തട്ടി മാറ്റാനുള്ളത് പാസിഫൈ ഒന്ന് പഠിച്ചിട്ടാണോ? അല്ലല്ല. ഇപ്പോ ഞാൻ ഒരു പുള്ളിയുടെ ഒരു ബുക്ക് ഉണ്ടായി, സോ ഗുഡ് ദേ ക്യാൻ ഇഗ്നോർ യു, വൈ സ്കിൽസ് ട്രംപ് പാഷൻ ആൻഡ് ക്വസ്റ്റ് ഫോർ വർക്ക് ഫോർ ലവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് പുള്ളി ആർഗ്യൂ ചെയ്യുന്ന എന്താ വെച്ചാല്, പാഷൻ എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ ഐഡിയ ആയിരിക്കണം എന്നില്ല. അത് നമ്മൾ പറഞ്ഞുണ്ടാക്കിയ സാധനമായിരിക്കും. ചിലപ്പോ നമുക്ക് പാഷൻ എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ടാവണം നിർബന്ധമില്ല എന്നാണ് പുള്ളി ആർഗ്യൂ ചെയ്യുന്നത്. ഞാൻ അതിന്റെ അപാകതയൊന്നും കണ്ടില്ല. അത് കണ്ടില്ല. പുള്ളി അതിന്റെ തുടക്കത്തിലേക്ക് പറയുന്ന സ്റ്റീവ് ജോബ്സിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പുള്ളി തുടങ്ങുന്നത്. അപ്പൊ പുള്ളി അതിൽ പറയുന്ന പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റീവ് ജോബ്സിന്റെ ഒക്കെ ഒരു ടൈമിലാണ് ഈ പാഷൻ എന്ന് പറഞ്ഞ വേർഡിന്റെ എൻഗ്രാം നോക്കിയിട്ട് പുള്ളി പറയണ ആ ടൈമിലൊക്കെ അതിന്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പുള്ളി. അപ്പോ പക്ഷെ പുള്ളി ആർഗ്യൂ ചെയ്യുന്ന സ്റ്റീവ് ജോബ്സ് പാഷനേറ്റ് ആയി തുടക്കം മുതലേ പാഷനേറ്റ് അല്ല എന്നാണ് പുള്ളി പറയണത്. പുള്ളി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, എമർജ് ചെയ്ത് പിന്നെ പാഷനിലേക്ക് കയറി വന്ന, അല്ലാണ്ട് ചുമ്മാ റീഡ് കോളേജില് ചെരുപ്പിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാള് പാഷനേറ്റ് ആയിട്ട് കാണാൻ പുള്ളിക്ക് പറ്റില്ല എന്നാണ് പുള്ളി പറയണത്.
അല്ല അപ്പൊ ഞാൻ അപ്പൊ ചോദിക്കട്ടെ, അത് ഞാനൊരു കാര്യം നോട്ട് ചെയ്തേ, നിങ്ങളൊരു ബുക്ക് മുഴുവൻ വായിക്കും, അത് ഭയങ്കരമുള്ളൂ. ശരത്തെ ഇങ്ങനെ ആളുള്ളതൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ച് ബുക്കല്ലേ വായിച്ചുള്ളൂ. അല്ല അല്ല പക്ഷേ ആ കഴിവ് എന്റെ 90കളിൽ പോയതാ. അതായത് ഈ അറ്റ് സം പോയിന്റ് ഇൻ ടൈം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഒരു 3-4 ബുക്കൊക്കെ അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഞാൻ 1-2 ഈ ഇതിന്, പക്ഷെ പിന്നെ എനിക്ക് ആ പുസ്തകം വായിക്കാനുള്ള ആ കഴിവ് പോയി മുഴുവൻ. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങള് ഈ അപ്പൊ അതിലെ കണ്ടന്റ് ഡൈജസ്റ്റ് ചെയ്യുമോ അപ്പൊ നിങ്ങള് ആ മുഴുവൻ വായിച്ച് ഇത് ചെയ്യുമ്പോ? എനിക്ക് തോന്നുന്നുണ്ട് ഈ കോളില് ശരത്ത് വായിക്കലാണെങ്കിൽ എന്തായാലും ഉറപ്പാ. ചത്തു പോകും അല്ല, ഞാനും റാസി തമ്മിൽ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടായുള്ളൂ. എനിക്ക് അതായത് ഞാൻ കുറെ ഞാനെങ്ങനെയാണല്ലേ ബുക്ക് പറഞ്ഞപ്പോ റാസിക്ക് ഒരു ബുദ്ധിമുട്ട് ജാവയുടെ. അപ്പൊ എനിക്ക് മനസ്സിലായി കവർച്ച വായിക്കുന്ന അങ്ങനെയല്ലട്ടാ. ആളാണെന്ന്. ഈ ബുക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ അമേരിക്കയിൽ ഞാൻ അങ്ങനെ അധികം, ഞാൻ ചില അമേരിക്കയിൽ ഞാൻ മറ്റേ സ്ഥിരമായിട്ട് പോയി താമസിച്ചിട്ടില്ല. അപ്പൊ ഇംഗ്ലണ്ടിൽ എന്താ വെച്ചാൽ നിങ്ങൾ എവരി കിലോമീറ്ററിൽ ഓൾഡ് ബുക്സ് കിട്ടും, നിങ്ങൾക്ക് നല്ല അടിപൊളി ബുക്സ് ഒക്കെ കിട്ടും, £1 പൗണ്ടിനൊക്കെ, £1/4 പൗണ്ടിനൊക്കെ. അപ്പൊ ബുക്ക് വെറുതെ വാങ്ങിച്ചിട്ട് കുറച്ച് ഇൻഡെക്സ് ഒക്കെ ചെയ്ത് അത് കുറേയൊക്കെ തിരിച്ചുകൊണ്ടേ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞാൽ എത്ര ബുക്ക് വായിച്ചാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു ബുക്കിൽ ഒരു ഐഡിയ ആയിരിക്കും ചിലപ്പോ നിങ്ങളെ പിവോട്ട് ചെയ്യിക്കണം. അപ്പൊ അതാണ്. പക്ഷേ ദിസ് ഇസ് റിമാർക്കബിൾ ട്ടാ, നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ അത് കുറച്ച് നോർമലി എന്താ ചെയ്യുന്ന വെച്ചാല്, കുറെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും തൊടാൻ പോണില്ല. അപ്പൊ ഞാൻ ഒരു ബുക്കായിട്ട് വാങ്ങിയിട്ട് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ബുക്ക് തൊടാൻ പോണ്. അപ്പൊ എന്താ വെച്ചാ കുറെ ടൈം എടുക്കുന്നത് വരും. അല്ല അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ബയോഗ്രഫിയാണ്. നിങ്ങള് മാത്തമാറ്റിക്സ് ഒക്കെ അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമിച്ചിട്ടാണ് നിങ്ങളെ. സാറ് ക്രാക്ക് ചെയ്യാനുള്ള ബുക്കൊക്കെ ആണ് ഇവിടെ ഞാനാലോചിക്കരുത്, പുള്ളി ഭയങ്കര ദിവസം നമ്മള് വാങ്ങിച്ച പോരെ. ശരിയാ, പുള്ളി പറഞ്ഞാല് നല്ല ഐഡിയ. അത് കൊള്ളാം. ശ്രീത്ത് ഈ ഇടയ്ക്ക് ഒരു പുസ്തകം, ശ്രീത്ത് നിങ്ങൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആണെന്നാണ്. ശ്രീത്തെ അവിടെ ഉണ്ടോ? എന്റെ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്, സിസ്റ്റമാറ്റിക് ആണോ? ഞാനോ? എന്നോടാ ചോദിച്ചേ? ആ തീം അനുസരിച്ചിരിക്കും. ടീം എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ റീഡിംഗ് അതൊന്ന് ചർച്ച ചെയ്യാലോ. എനിക്കൊരു ഐഡിയ ഇല്ലാത്തതാണ്, പറഞ്ഞു. അല്ല പക്ഷെ നിങ്ങൾ എങ്ങനെയല്ലേ പ്രസിജി അന്ന് പറഞ്ഞ ബുക്കില്ലേ SCJP, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ കാറിൽ പോകുമ്പോ ഞാൻ അരമണിക്കൂർ വായിക്കും എല്ലാ ദിവസവും. ആ അതായത് ജാവാസ്ക്രിപ്റ്റ് വെർഷൻ ആണോ വാങ്ങിച്ച, സ്കീമാണോ? ഇല്ല, ഞാൻ മറ്റേ ഇതാ എന്താ ലിസ്പെല്ലാം സ്കീം. പക്ഷെ അതിന്റെ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. ശരിക്കും അത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ, ഇങ്ങനെ കൂട്ടിയാലോ? ഇങ്ങനെ വിസ പ്രോബ്ലം ഒക്കെ തീർന്നു കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ കൂട്ടാം. അത് പക്ഷെ കമ്പൈലറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അതെ. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ജാവയില് ശരത്തായിട്ട് ക്ലോസ് ആയിട്ട് ഇത് സംസാരിക്കുന്നുണ്ടോ? ഇല്ല സാറേ, ഇത് സ്റ്റാർട്ടിങ് ഫേസ് ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ജസ്റ്റ്. ഞാനിപ്പോ ചുമ്മാ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ ചെയ്യിപ്പിച്ചു. സീരിയസ് വേണമെങ്കിൽ ഇപ്പൊ സാർ മറ്റേ പയ്യനായിട്ടാണെങ്കിൽ ടാഗ് ചെയ്യാട്ടോ റാസീനെ. പക്ഷെ അയാള് വളരെ യങ്ങാ, ഇങ്ങനെ കുറച്ചുകൂടി മറ്റേ ചിലപ്പോ അവന്റെ കോൺഫിഡൻസ് പോകും കൂടെ കൂടി കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിരിക്കും. വേണ്ട. അല്ല പക്ഷെ ആ മെറ്റീരിയൽ ഷെയർ ചെയ്യാം ഇങ്ങർക്കും. അത് ചെയ്യാം. അല്ല, ഇത് ഞാൻ ആ പാറ്റേൺ തന്നെയാണ്. അതായത് പ്രോസസ്സിൽ ഞാനും ബിലീവ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അതായത് ഡിസൈൻ അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ല ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ മെച്ചൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടേ നിങ്ങക്ക് ഫാസ്റ്റ് ആയിരിക്കും. കമ്പയർ ഒക്കെ പഠിപ്പിക്കാം. കാരണം ഫംഗ്ഷൻ പ്രോഗ്രാമിങ് മറ്റേ ഹാസ്കൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊരു സ്ലാങ് ഒക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ? അതെ, ഇൻ പ്രിൻസിപ്പിൾ ആണ്, നോക്കാം. അല്ല നമുക്ക് അല്ല അഖിൽ സ്റ്റാനിസ്ലാവസിന്റെ ആ സ്ലാങ്ങിന്റെ പോർട്ട് വാങ്ങിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് നോക്കാം. ഓക്കെ അപ്പൊ അത് കൊള്ളാം. അപ്പൊ ഇന്ന് ഈ ചർച്ച ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആയിരുന്നു റാസി. അപ്പൊ നിങ്ങൾ വന്നത് കൊളമാക്കി. കുഴപ്പമില്ല. അപ്പൊ ഇത് ചെയ്യണ്ടേ? അപ്പൊ ശ്രീജിത്തിന്റെ വായനാശീലം പറ. ഞാൻ സിസ്റ്റമാറ്റിക് അല്ല പ്രസിദ്ധി, ഞാൻ വായിക്കും അത്രേ ഉള്ളൂ.
അപ്പൊ അത് പ്രോഗ്രാമർ സ്റ്റൈൽ ആണെന്നേ പറയുള്ളൂ, അതിൽ കുറ്റബോധമൊന്നും വേണ്ട. ഇല്ലില്ല, ഞാൻ ആ മോഡൊക്കെ വിട്ടു. എനിക്ക് അങ്ങനെ കുറ്റബോധമൊന്നും ഇപ്പൊ ഇല്ല. പക്ഷെ റാസി, ഞാനൊരു മുന്നോട്ടൊരു പുതിയൊരു ആശയം വെക്കട്ടെ. ചാറ്റ് GPT വന്നല്ലോ. അപ്പോ എല്ലാവർക്കും ഒരു 3-4 കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻട്രിൻസിക് ക്വാളിറ്റി ഉണ്ടാവും. സ്വതസിദ്ധമായ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സർവേ അപ്രോച്ചിന് പ്രസക്തി കൂടുന്ന കാലമല്ലേ എന്നാണ് എന്റെ. നിങ്ങളുടെ ഇടയ്ക്ക് എന്താ? മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ കുറെ പുസ്തകം വാങ്ങിക്കും. എനിക്ക് വിഷയത്തോട് നല്ല അനുരാഗമുണ്ട്, പാഷനൊന്നുമില്ല, അനുരാഗമുണ്ട്, അതിനൊരു സ്നേഹമുണ്ട്. അപ്പൊ ഞാൻ പല സ്ഥലത്തുനിന്ന് മാന്തി പഠിക്കും. അപ്പൊ പഠിക്കുന്നതൊക്കെ ഒരു കാര്യം ഞാൻ അറിയാന്ന് പബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കൊരു നന്നായി അറിയാവുന്നതായിരിക്കും ഒരു വിധം എന്ന് വെച്ചാല് വേണ്ടല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഞാനിപ്പോ ഈ 20 ദിവസം ചാറ്റ് GPT ആയിട്ട് ഞാൻ ഡീൽ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കിപ്പോ കിട്ടുന്നത് ഈ ഹോജ് പോജ് ഓഫ് സ്കിൽസ് ആണ് ചാറ്റ് GPT യുഗത്തിൽ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പല പറഞ്ഞു. അതായത് ഞാൻ മനസ്സിലായി. അത് മതിയെന്നാണ് ചോദിക്കുന്നത്? അല്ല, അത് മതി എന്നാണ് എനിക്ക് എന്റെ ഒരു നോളജ്. അങ്ങനല്ല സാറേ, സ്കില്ലല്ലോ പറയുന്നത്. അതെ, അതായത് ഹോച്ച് പോച്ച് ഓഫ് തിങ്സ് ഓണ്ടോളജി ഡീകോഡ് ചെയ്യാൻ വേണ്ടി ചാറ്റ് GPT യൂസ് ചെയ്യണം. അതെ, അതായത് ഇത്രേ ഉള്ളൂ. ഇത്രയും കാലം വാട്ട് സെർച്ച് ആയിരുന്നു, ഇപ്പൊ അത് വൈ സെർച്ച് ആയി. അപ്പൊ യു ഷുഡ് നോ റൈറ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് കോൺസെപ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നെ ഈച്ച് ആൻസർ വിച്ച് ചാറ്റ് GPT gives, you should be able to interpret it and assimilate it into your psyche so that it becomes the next why. അല്ലെങ്കിൽ കാര്യമില്ല. കാരണം അല്ലെങ്കിൽ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്തിരിക്കും, വായിച്ചൊന്നും ആയിരിക്കും നമ്മൾ. ഒരു ഗുണമില്ല. ബുക്കുകളുടെ എണ്ണം കൂടിയെന്ന് ഹാർഡ് സ്പേസ് പോകുന്നല്ലാതെ നമുക്ക് വരാൻ വെക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ ഒരു ടോപ്പ് ഡൗൺ ആയിട്ട് ഒരു സ്പ്രോൾ ചെയ്യുക കുറെ സബ്ജക്ട്സ്, എന്നിട്ട് അതിന്റെ അടിയിലോട്ട് ഈ സ്പെസിഫിക് ആയിട്ട് ഡാറ്റ എടുത്തെടുത്ത് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ച് എഫക്റ്റീവ് എന്ന് തോന്നുന്നു. അപ്പൊ മറ്റു ടൈപ്പ് റീഡിങ്ങിനും പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ മാതിരിയുള്ള അലന്ന വായനാ രീതി. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. ഞാൻ വായിക്കുന്നത് ആക്ച്വലി എന്റെ ബുക്ക് എഴുതാൻ വേണ്ടിയുള്ള, അതായത് എനിക്ക് നറേറ്റീവ് അതെനിക്ക് മനസ്സിലായി. അതിപ്പോ നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതുന്ന ഒരു പ്രക്രിയാദശയിലല്ലേ അത് സംഭവിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് പുസ്തകം എഴുതണ മാത്രം വായിച്ചാൽ പോരല്ലോ, മറ്റു കാര്യങ്ങൾ വായിക്കണ്ടേ. ഇപ്പൊ നിങ്ങളിപ്പോ സംസാരിക്കുമ്പോ എല്ലാ ദിവസവും മൊബൈലും മറ്റേ സംസാരിച്ചാൽ മതിയോ? അപ്പൊ നമുക്ക് കുറച്ചും കൂടിയൊക്കെ വിഷയത്തിന് അപ്പുറത്ത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആസ് ടു ഏജ് വിഷയത്തിന് പുറത്തുള്ള ജ്ഞാനത്തിനാണ് കൂടുതൽ പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ വായന ആൻഡ് ഇൻഫർമേഷൻ അസിമിലേഷൻ, ശരത്തിന്റെ ഭാഷ പറഞ്ഞ ഓണ്ടോളജി, എന്താ പറയാ, ഇൻജക്ഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. അവിടെയാണ് ഉദ്ദേശിച്ചത്. അരുണുണ്ടോ അവിടെ? അരുൺ വന്നില്ല. അരുണില്ല. അപ്പോ ഇതൊക്കെയാണ് അതിന്റെ. അപ്പൊ ഫങ്ഷൻ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾ സംസാരിക്കുന്നു വിചാരിക്കണം. നിങ്ങളുടെ എന്താ പറയാ ഇമ്മീഡിയറ്റ് പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ. ഇതിനെ കുറച്ച് അറിവ് എന്റെ അടുത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ അധികമായിട്ടുള്ള വലിയ സാധനങ്ങളൊന്നും എന്റെ അടുത്തില്ല. അല്ല, പക്ഷെ കാര്യമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഒരു ഡിസ്കവറി ആണ്. അത് തന്നെ. അതായത് ഒരു അലൻ ഹോളിയൂബ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അലൻ ഹോളിയൂബ്, അയാള് നല്ല ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യട്ടെ. ഹോളിയൂബ് ഓൺ പാറ്റേൺസ് എന്ന് പറഞ്ഞ ബുക്ക്. ഓക്കെ, നിങ്ങൾ ജാവ കുറച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും. അയാളുടെ ഒരു ബുക്ക് ഉണ്ട്, കമ്പൈലർ ഡിസൈൻ ഇൻ സി. അതിലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് എന്റെ ലൈഫിൽ ഭയങ്കര ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. വളരെ ഉണ്ട്. അതായത് കമ്പൈലേഴ്സ് ആർ നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ടു റൈറ്റ്. Only problem is that there are too many moving pieces. So what you need to do is to persist with it until a day where
അറ്റ് എ ക്ലിക്ക് പോയിന്റ് എവറിത്തിങ് വിൽ ഫോൾ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? മനസ്സിലായി. അതേമാതിരിയാണ് ഈ മിക്ക വിഷയങ്ങളെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ടിപ്പിംഗ് പോയിന്റ് എത്തും, ടക്കെന്ന് പറഞ്ഞു പിന്നെ കിട്ടും. ത്രെഷോൾഡ് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല, അവലാൻഷ് ആയിരിക്കും ചിലപ്പോ. പിന്നെ ഈ മറ്റേ ഇതുണ്ട്, ഈ ഇപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും ഒക്കെ തമ്മിൽ നമുക്ക് പല രീതിയിൽ റിലേറ്റ് ചെയ്യാമല്ലോ, അതിന്റെ ഫോർമൽ ബേസിസ് ഉള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ. അപ്പൊ ആ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഫങ്ഷണൽ പ്രോഗ്രാമിംഗിൽ ഇപ്പൊ സിംബോളിക് ആയി തിരിച്ചു വരാൻ പോകാന്ന് പറഞ്ഞാൽ, ഈ ഡീപ് ലേണിംഗ് ബ്രൂട്ട് ഫോഴ്സ് ആയപ്പോ ഇത് രണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി ആ ടെൻസർ ഫ്ലോ എഴുതിയ ആളുണ്ട്. ടെൻസർ ഫ്ലോ അല്ല, കേറാസ് എഴുതിയ ഒരുത്തനുണ്ട്. അയാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതായത് എങ്ങനെ സിംബോളിക് ആയും ഡീപ് ലേണിംഗും തമ്മിൽ കമ്പൈൻ ചെയ്യാന്നൊക്കെ. ആ ഒരു ഇത് ഭയങ്കര എന്റെ ഇമ്പോർട്ടന്റ്. പ്രൊഫസറിന്റെ ടേക്ക് ട്രാൻസ്ഫോമേഴ്സ് പ്രോപ്പർ എ അല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഈ സുബ്ബറാവുവിന്റെ വീഡിയോ ഇങ്ങനെ കണ്ടോ കൊടുത്തിരുന്നോ? ഇല്ല. അല്ല ഇപ്പൊ ഞാനേ ട്രാൻസ്ഫോമറിന്റെ എങ്ങനെ ഒരു അൺസൂപ്പർവൈസ്ഡ് നെറ്റ്വർക്ക് ഇത്രയും ലേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ചാറ്റ് ജിപിടി ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ ഞാൻ ഞെട്ടിയിരിക്കുക, ഇത് എങ്ങനെ ഇവന്മാർ ഒപ്പിക്കണെന്ന്. ഈ ചാറ്റ് ജിപിടി നിങ്ങളുടെ അക്കാഡമിക്സിനെ ഹെൽപ്പ് ചെയ്തോ? ചാറ്റ് ജിപിടി പിള്ളേര് കോപ്പി അടിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കിട്ടത്. ആ വഴിക്ക് പോണ്ടാട്ടാ. ലാസ്റ്റ് കുറെ കഴിയുമ്പേ ചാറ്റ് ജിപിടി ഉണ്ടെങ്കിൽ റീസൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാവും. ലാലെ, ഞാൻ കാണുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ വേൾഡ് മുഴുവൻ ആക്ഷനാണ്, സ്കില്ലന്മാരുടെ കേന്ദ്രമാണ്. അതായത് പക്ഷേ എനിക്കൊരു 10 കൊല്ലം എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം ആശയ ചടുലതാന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് നമുക്ക് ആശയങ്ങൾ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സൈക്കില് വേണം, എന്നാലേ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഡൈനാമിക് സിറ്റുവേഷൻസ് കോളിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പോയി നോക്കിയിട്ട് വരാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞ ചാറ്റ് ജിപിടി ഭയങ്കര റിസ്ക്കാ. ഇലൂഷൻ ഓഫ് കോമ്പറ്റൻസ് വെക്കും നമുക്ക് അറിയാവുന്നത്. അത് വലിയ പ്രോബ്ലം. അത് ഇന്ത്യയിൽ അത് മതി. ഇന്ത്യയിൽ അത് മതി എന്നല്ല. അതിപ്പോ എന്താ വെച്ചാൽ നിങ്ങൾ ഇതൊരു വയറ്റിപ്പഴപ്പ് പരിപാടി മാത്രമേ കാണുന്നുണ്ടല്ലേ? അതെ, അത് വയറ്റിപ്പഴപ്പ് വെച്ചിട്ടുള്ളവരുടെ കൂടെ നിൽക്കണം. അങ്ങനെയല്ല. അതിപ്പോ എന്താണെന്നറിയാമോ? ഇപ്പൊ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എന്താ അറിയാമോ? എന്റെ കൂടെ ഉള്ളവന്മാരൊക്കെ അമേരിക്കയിൽ പോയി. അപ്പൊ നമുക്ക് പഠിപ്പ് വലിയ പ്രശ്നമുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കറമ്പനാണെന്ന് ഉമ്മാര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കട്ടെ. അപ്പൊ നോക്കുമ്പോ എന്താണ് അല്ല, നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ കുറെ ആൾക്കാരുടെ ഒപ്പം നല്ല ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യണം. പെട്ടെന്ന് അവന്മാര് പല സ്ഥലത്തൊക്കെ പോയി. പിന്നെ കുറെ എണ്ണം ബാംഗ്ലൂർ മാനേജറൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മൾ വണ്ടറായി. പ്രോഗ്രാമിങ്ങിനോടുള്ള താല്പര്യം മിക്കവരും പോയത് അങ്ങനെയാ. കളയേണ്ടി വന്നു. ഞാൻ പിടിച്ച് അപ്പൊ നമ്മളൊന്ന് എണീറ്റ് വരുമ്പോഴേക്കും MVP അങ്ങനത്തെ പരിപാടികളൊക്കെ വന്ന് എല്ലായിടത്തും ഉപദ്രവം. അപ്പൊ പിന്നെ നമ്മൾ അപ്പൊ ആ ഒരു അതിപ്പോ ഇനി വേറെ ആരും ഉണ്ട്. ഇപ്പൊ നാട്ടിലെങ്ങാനും നിൽക്കേണ്ടി വന്നു, അച്ഛനമ്മയ്ക്കൊക്കെ ഒത്തിരി ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പൊ ബാംഗ്ലൂർ പോയില്ലെങ്കിൽ നിനക്ക് വരില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടോ? ഞാൻ പണ്ടൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ദ സോഫ്റ്റ്വെയർ ധാരാവി എന്നൊക്കെ പറഞ്ഞു. ബാംഗ്ലൂരിലുള്ളവരൊക്കെ അടിച്ചത് അത് ഇത് ചെയ്യും. ഇവിടെ കിട്ടിയാ അപ്പൊ ഈ പറഞ്ഞോ. എല്ലാവരും അങ്ങനെ കേട്ടോ. ഞാൻ ആ കൺസൾട്ടിങ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊ നമ്മളൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടി വന്നല്ലേ, ഉദര നിമിത്തം ബഹിർവൃത വേഷം. നമ്മൾ ഇതിന് വരും. ഇതിന് വന്നു കഴിയുമ്പോ ഇവിടത്തെ ഇപ്പൊ നിങ്ങൾ കമ്പനി തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ മണ്ടറാന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് കമ്പനി തുടങ്ങാൻ താല്പര്യം, നിങ്ങൾക്ക് ഇന്റലക്ച്വൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? മൂകനായിട്ടിരിക്കണ്ടേ? എന്റെ അപ്പന് പടക്കത്തിന്റെ കച്ചവടമായിരുന്നു. അപ്പൊ എനിക്ക് അത്യാവശ്യം വരവ് ചെലവൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ജോലിക്കാരനാണ്. അത് ഇപ്പോഴും ഇട്ട് അവമാനിക്കുക. ഞാൻ റെക്കോർഡ് നിർത്തി കേട്ടൊരു കാര്യം പറയാവേ. എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരത്തെ ഈ എല്ലാവരുടെയും ആരോഗ്യ ഇതെടുത്തപ്പോ ലാലെ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. സെക്കൻഡ്